ചെയ്യുന്നു. ഇന്നത്തെ രാത്രിയിലത്തെ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ, പ്രാർത്ഥനകൾ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു കർത്താവേ. 2025 ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഒരു പുതിയ വർഷം ഈ ദിവസം വരെയും 2026 കർത്താവ് ഈ ദിവസം വരെയും കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എത്രയോ വിഷയങ്ങൾക്ക് കർത്താവ് ഞങ്ങൾക്ക് മറുപടി തന്നു. കർത്താവെ, ഈ പുതിയ വർഷത്തിൽ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ഞങ്ങൾ ഒരുമിച്ച് എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ കർത്താവ് സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അനേക ദൈവമക്കൾ, അനേക കർത്താവദാസന്മാർ കർത്താവെ അനുഗ്രഹമായി ചേരുവാൻ, വിടുതലായി ചേരുവാൻ കർത്താവ് ചെയ്ത കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം പിന്നെയും ഞങ്ങൾ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ കർത്താവ് പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. തോമസ് താങ്കളിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവർ അനുഗ്രഹിക്കണമേ. റോഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബിജോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ മധ്യത്തിൽ സൂക്ഷിച്ച എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ, ആരാധനകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വർഷിപ്പ് ലീഡേഴ്സിനെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത് ഈ സൂം പ്ലാറ്റ്ഫോം ഇത്തരം അനുഗ്രഹമാക്കി എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാട്ട്. ഇന്ന് രാത്രികാലം പിന്നെയും ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും, എല്ലാ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം അനുഗ്രഹമായി തീരട്ടെ. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട്. യേശുവിൻ്റെ നാമം ഉയരുവാൻ സ്വർഗമിടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന കൃപ തോന്നി കേൾക്കണമേ. Amen. Amen. God bless you all. Such a joy to be with all of you this evening. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പമായിരിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ വെള്ളിയാഴ്ച മോസ്റ്റ് ഓഫ് ദി ഫ്രൈഡേസ് ഐ ഹാവ് മീറ്റിംഗ്സ്. ദാറ്റ് ഇസ് ദ റീസൺ ഐ എം നോട്ട് ഏബിൾ ടു ജോയിൻ വിത്ത് യു. ദൈവഹിതമാണെങ്കിൽ whenever I get an opportunity I will definitely join in. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിൽ ഒരു ദിവസം പോലും മറക്കാതെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ആരാധന ലീഡ് ചെയ്യുവാൻ നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവനദാസൻ, ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവനദാസൻ ലാലു പാമ്പാടി നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവനദാസന് പാസ്റ്റർ എവിടെയുണ്ടോ? ബ്രദർ ലാലു പാമ്പാടി ഉണ്ടോ? ഓക്കെ, ഓൾറൈറ്റ്. പ്രിയ സഹോദരൻ, പ്രിയ ബ്രദർ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്കൊക്കെ ഒത്തിരി അനുഗ്രഹമാണ്. തൻ്റെ ജീവിതം, തൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഇന്ന് രാത്രികാലം ആരാധന ലീഡ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഓവർ ടു യു ബ്രദർ ലാലു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സന്നിഹിതനായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം മീറ്റിങ്ങിൽ കടന്നു വന്ന കർത്താവിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടെ ഗാനങ്ങളിലൂടെ ഉയർത്തുവാൻ സർവശക്തൻ ഒരുക്കി തന്ന വലിയേറിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് നന്ദിയേറിയ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയത്. സകല മാനവും പുകഴ്ചയും ദൈവത്തിന് അറിയിക്കുന്നു. പ്രത്യേകം ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സ്റ്റീവ് ജോർജ്, പ്രിയ ദൈവത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധാരാളമായി കർത്താവിൻ്റെ വേലയിൽ നിലകൊള്ളുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. പ്രിയ തോമസ് അങ്കിൾ, പ്രിയ ലില്ലാൻഡി, മറ്റ് എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം ഇന്ന് തിരുവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ, ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പാസ്റ്റർ സിജി ചാക്കോ, പ്രിയ ദൈവത്തിനെ ഓർത്തും എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. പ്രിയ ദൈവത്തിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവർ എല്ലാവരും വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് 1-2 ഗാനങ്ങൾ മാത്രം പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സ്നേഹം എല്ലാം മാറിപ്പോകുമ്പോഴും നമ്മളെ നിത്യമായി സ്നേഹിച്ച്, നമ്മളെ പരിപാലിച്ച്, നമ്മളെ വഴി നടത്തുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. റോമർക്ക് എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ കാണുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായൊരു ഗാനം. നമ്മൾ ക്ഷീണിക്കുമ്പോൾ
നമ്മളെ താങ്ങി നമ്മളെ വഴി നടത്തുന്ന നല്ലൊരു കർത്താവ്, നമ്മളെ വീഴുമ്പോൾ ആ കരം പിടിച്ച് നമ്മളെ നടത്തുന്ന നല്ല കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്റെ മുറ്റം അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്റെ മുറ്റം അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി ചേർന്ന് പാടി ഹല്ലേലൂയ. ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കുന്ന തോളിലേറ്റും കണ്ണീരൊപ്പം ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറി ചേർക്കുന്ന മാത്രമല്ല തോളിലേറ്റും കണ്ണീരൊപ്പം ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി.
സകലവും വിട്ടങ്ങു ഞാൻ നമ്മുടെ പ്രത്യാശ പുതുക്കിക്കൊണ്ട് ശാശ്വതമാ ഭവനത്തിൽ മണ്ണാകുമീ ശരീരവും മൺമയമാ സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാ ഭവനത്തിൽ ഇന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ വീഴുമ്പോൾ താങ്ങുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ. ഹല്ലേലൂയ. പ്രിയരെ, കഷ്ടതയിലും നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ താങ്ങി നടത്തിയ ആ പൊന്നു കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് പാടാം. നടത്തിയ വിധങ്ങൾ ഓർത്താൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ച് കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോ ജീവിതത്തിൻ മേടുകളിൽ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഏകനെന്നു തോന്നിയപ്പോ ധൈര്യം നൽകിയിടും വചനം നൽകി. ധൈര്യം നൽകിയിടും വചനം നൽകി. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ? കൂട്ടുകാരി പരമായെന്നേ ആനന്ദതൈലം പകർന്നു. കൂട്ടുകാരി പരമായെന്നേ ആനന്ദതൈലം പകർന്നു. പ്രിയരെ, ശത്രുമധ്യയൻ തലയുയർത്തി. ശത്രുമധ്യയൻ തലയുയർത്തി
മനം നൊന്തു കലങ്ങിയപ്പോ ഭാരം ദുഃഖമേറിയപ്പോ മനം നൊന്തു കലങ്ങിയപ്പോ ചാരെ അടച്ചു ആശ്വാസം നൽകി ചാരെ അടച്ചു ആശ്വാസം നൽകി നടത്തിയ എത്ര പേർക്ക് ചേർന്ന് പറയാൻ കഴിയും? നടത്തിയ പ്രിയരെ, നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? ഈ ലോകത്തിൻ്റെ സ്നേഹമൊക്കെ അകന്നു നിന്നപ്പോഴും നമ്മളെ നിത്യമായി സ്നേഹിച്ച് നമ്മളെ മാറോട് ചേർത്ത് നമ്മളെ നിത്യം പരിപാലിച്ച ആ ദൈവ സ്നേഹത്തെ ഓർത്ത് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞാട്ടെ. കർത്താവ്, ഞങ്ങളെ ഇത്ര സ്നേഹിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ? എല്ലാ പദവികളും ഞങ്ങൾക്ക് നൽകി തരുവാൻ ഞങ്ങൾ എന്തുള്ളൂ? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പാട്ടിൻ്റെ ഇരടികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ഒരു ഭക്തന് പറയാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ വരികളാണ്. അതുകൊണ്ട് നമുക്ക് ആ വരികളൊന്ന് ചേർന്ന് പാടി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കിൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്കിൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാണുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാണുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്കു നീ പോരാ എല്ലാ പദവികളും നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ ഒരുമിച്ച് ചേർന്ന് പാടുവാൻ കഴിയുമോ? ഓ എന്റെ ആയുസ്സിന്റെ നാളെല്ലാം
പോയ വഴിയെ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. കർത്താവ് പോയ വഴിയെ നമുക്ക് പിന്തുടരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് എല്ലാവരെയും വഴി നടത്തട്ടെ. സമയം വേർതിരിച്ചെന്ന് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയോട് നന്ദി അറിയിച്ചുകൊണ്ട് താണിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. താങ്ക് യു ലാലു ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതുണ്ട്, പറയാം. മാത്യു ബ്രദറെ പ്രാർത്ഥിച്ച് സഹായിക്കാമോ? ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചിലർ റിമിഷനിലായിരിക്കുന്നു, എന്നാൽ അവർക്കും തുടർന്ന് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. ഗ്രേസ് എന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. 38 വയസ്സ് ആണ്, വെന്റിലേറ്റർ സപ്പോർട്ടിലൊക്കെയാണ്, ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്നു. തുടർന്നുള്ള അവസ്ഥകൾ അറിയുന്നില്ല, എന്നാൽ ആ ദാസിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. മിനിയുടെ പിതാവ് ബെറ്ററായി വരുന്നുണ്ട്, ആ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പൂർണ്ണ റിക്കവറിക്കായി, വത്സയ്ക്കായി, പ്രസാദിനായി തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വത്സ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വിവാഹിതരാകുവാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിലും കോളേജിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ ആനിവേഴ്സറി ആചരിക്കുന്നവരുണ്ട്. കാരണം പലപ്പോഴും പല കുടുംബജീവിതങ്ങളും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ല ഫെൻ ഫാമിലി, ജോസഫ് ഫെൻ ആൻഡ് കമല ഫെൻ. 65 വർഷം കുടുംബമായി ജീവിക്കുവാൻ കർത്താവ് അവരെ സഹായിച്ചു, അവരെ നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ശരീരത്തിന് ആരോഗ്യവും ബലവും കൊടുക്കുവാനായി നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി ആവശ്യമുള്ളവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലരും യാത്ര ചെയ്യുന്നവരുണ്ട്. ഈ ലൈനിലായിരിക്കുന്ന പലരും ശരീരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ബിജോയ്ക്ക് പനിയാണ്, എനിക്ക് പനിയായിരുന്നു, എന്നാൽ ദൈവം വിടുതലിനെ തന്നുകൊണ്ടിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതുപോലെ അമേരിക്കയ്ക്ക് വേണ്ടി നമ്മൾ ടി വിയിലൊക്കെ പലതും ഒക്കെ കാണുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി, മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ഇറാനിൽ നടക്കുന്ന പ്രയാസങ്ങൾ ഇവയൊക്കെ കാണുന്നുണ്ട്. ലോകസമാധാനത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തും തുടർന്നുള്ള വചന ശുശ്രൂഷയും ഓർത്തും കർത്താവിൻ്റെ ദാസൻ മാത്യു ബ്രദർ പ്രാർത്ഥിച്ച് സഹായിക്കും. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ക്രിസ്തുയേശുവോട് ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സത്യ പിതാവേ, ഞങ്ങൾ നന്ദിയുടെ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. അതേപോലെ കർത്താവെ, ഈ വെള്ളിയാഴ്ച ദിവസം സന്ധ്യാസമയം, ഇന്ത്യയിലെ പ്രഭാത സമയം, ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധാനം ചേർന്ന് വരുവാൻ കർത്താവ് പിന്നെ ഒരു അവസരം ഒരുക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹത്തിൽ കൃപയോട് സ്തോത്രം ചെയ്ത് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. ലോക മനുഷ്യരൊക്കെ മായയുടെ പിന്നാലെ ഓടുമ്പോൾ ജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ വലുതായിക്ക് സ്തോത്രം ചെയ്യാണ് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങളെ പോലെയുള്ള അനേകര് കർത്താവെ, തിരുവചനം കേട്ടവര്, തിരുവചനം വായിച്ചവര്, അവരുടെ ഹൃദയത്തിൽ ജീവനാത്മാവുമായി പരിവർത്തിക്കാതെ ഇരുന്നപ്പോൾ ക്രിസ്തു ഞങ്ങളെ ഹൃദയത്തിൽ വാഴുവാൻ അവിടുന്ന് കർത്താവെ ഇടയായതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാൻ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ
ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗതമായ സിംഹാസനത്തിന്റെ സ്വർഗീയത്തിലെ ഒരു സൗരഭയാഗമായി അവിടുന്ന് എത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ കർത്താവെ അപേക്ഷിക്കുന്നു. കർത്താവ് ദാസൻ പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചികിത്സയിലായിരിക്കുന്നവര്, വെന്റിലേറ്ററിലായിരിക്കുന്നവര്, കർത്താവെ വളരെ ശരീരമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനവായിച്ച് സൗഖ്യമാക്കുന്നതിന് കർത്താവ് ഞാൻ കൂടുതലായിട്ട് സ്തോത്രം. ഇസ്രായേലിന്റെ മേൽ വരുത്തി യാതൊരു ബാധയും നിന്റെ മേൽ വരികയില്ല എന്ന് ദൈവ മക്കളോട് വാഗ്ദാനം ചെയ്തൊരു കർത്താവ് ഞങ്ങൾക്ക് അവിടുത്തെ വാഗ്ദത്തം ഞങ്ങളെ മുറുകെ കർത്താവ് ഞങ്ങളുടെ രോഗസൗഖ്യ അവകാശം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്ന ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്കൂളുകളിലും കോളേജിലും മറ്റും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ സ്വർഗ്ഗമേ ദൈവകൃപ തിരിച്ചറിഞ്ഞ്, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ്, ദൈവവചനത്തിൽ വേരൂന്നി ക്രിസ്തുവിനെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ജീവിതകാലം കഴിച്ചുകൂട്ടുവാൻ അവിടെ സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യവും കർത്താവെ ദൈവ തേജസ് അവർക്ക് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. മാതൃകയുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി കർത്താവെ ജീവിപ്പിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത അനേകരുണ്ട് കർത്താവെ, അവർ ജീവിത സന്ധാരണ മാർഗം ദൈവം ഒരു മാർഗം, ഒരു വഴി ഒരുക്കണമേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടെ ഞങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു. കാര്യമായ ക്ഷീണത്തിലുള്ള പ്രയാസത്തിൽ ഭാരപ്പെടുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് സമാധാനം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ കർത്താവെ. ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് സമൃദ്ധി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നല്ലതായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ ഈ ദേശത്തെ കർത്താവെ ഞങ്ങളെ കർത്താവിന് അവകാശം തന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ നല്ലൊരു കാലം കർത്താവെ ഇവിടുന്ന് മടങ്ങി വരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷകന്മാരെ, യൗവനക്കാരെ, യൗവനക്കാരികളെ കർത്താവിന്റെ വചനവുമായി കർത്താവെ ആത്മീയ ഉണർവ് പ്രാപിച്ചവരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെയും കർത്താവിന് വേണ്ടി ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തി ഞങ്ങൾ കർത്താവ് വിട്ടുപോ ഞങ്ങൾ ഇന്ത്യൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അവസ്ഥ ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അനേക കർത്താവിനെ രക്ഷാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവസഭ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ കേൾക്കുന്നുവെങ്കിലും അനേക പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ച് കർത്താവിന് എഴുന്നേലുള്ള ദൈവമക്കളെ കർത്താവിയോട് ഓർക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ശക്തികൾ നീങ്ങിപ്പോട്ടെ, സാമാജിക ബന്ധങ്ങൾ നീങ്ങിപ്പോകട്ടെ, യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നന്ദിയോടെ സ്തോത്രം. ഭരണകർത്താക്കളുടെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പ്രവർത്തിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഛത്തീസ്ഗഡിനെ, പഞ്ചാബിനെ, കർത്താവിനെ, നോർത്ത് സ്റ്റേറ്റുകൾ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങൾ പ്രത്യേകിച്ച് ഇറാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള നല്ല കാലത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ യെരുശലേമിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ സമാധാനമുണ്ട് കർത്താവെ. യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകിയിട്ട് നല്ല കൂട്ടായ്മയ്ക്ക് കർത്താവിന്റെ ദാസത്തിൽ കൂടി ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ അത് മനുഷ്യശബ്ദമുള്ള ദൈവശബ്ദമായി തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അത് നിങ്ങൾക്ക് മാത്രമല്ല, പ്രകാരം ഞങ്ങളെ ഒരുക്കുവാനും കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ഈ സന്ധ്യാസമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും സന്തോഷമുള്ളതും ദൈവകൃപയുള്ളതുമായ ഒരു സന്ധ്യാസമയമാക്കി തീർത്ത്, ഒരു ദിവസത്തെ ആക്കി തീർത്ത് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളെല്ലാവരെയും ഒരുക്കമുള്ളവരായി കർത്താവിനെ ഇരുന്നാമൻ ഞങ്ങളെ മുഖാന്തരം പിന്നെ മഹത്വപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഒന്നിച്ചോട് അന്വേഷിക്കാട്ടെ. ആമേൻ. താങ്ക് യു മാത്യു ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെ കർത്താവ് നമ്മൾക്ക് ഒരുക്കിയതിനാല് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാപ്പി 65th ആനിവേഴ്സറി കമൽ കൊച്ചമ്മ ആൻഡ് സണ്ണിച്ചായൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 65 വർഷമൊക്കെ കുടുംബമായി ദൈവം നിലനിർത്തുന്നത് ഒരു വലിയ ദൈവകൃപയാണ്. നമ്മൾക്ക്
അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആരോഗ്യത്തോടെ ബലത്തോടെ അവരെ നിലനിർത്താനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ ഓൺ ചെയ്യാമെന്നവരെ ഒക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ വളരെ സഹായം ആയിരിക്കും. കർത്താവിൻ്റെ ദാസൻ സിജി ചാക്കോ പാസ്റ്റർ പലർക്കും പരിചയമുണ്ട്, എന്നാൽ പുതിയതായി കയറുന്ന പലരും ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ സൂം മീറ്റിങ്ങിലോട്ട് ആക്കിയ മുതൽ നമ്മളോടുകൂടി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർത്തൃദാസനാണ്. തൻ്റെ ശുശ്രൂഷകൾ നമ്മൾക്ക് അനുഗ്രഹമായിരുന്നു. കോട്ടയത്ത് അതിനടുത്ത് അദ്ദേഹം താമസിക്കുന്നു. കോട്ടയം സ്വദേശിയാണ്. തമിഴ്നാട്ടിലാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. തൻ്റെ ശുശ്രൂഷയും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്, മാതാവുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. തൻ്റെ വേലകളെ ഓർത്ത്, കാരണം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേരളത്തിലെ പോലൊന്നും അല്ല ഈ തമിഴ്നാടെന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ. അവിടെ പോയി പ്രവർത്തിക്കുന്നവർക്കേ അറിയാനൊക്കത്തുള്ളൂ. അവിടെ പോകുമ്പോൾ ദൈവകൃപ, ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മളുടെ ഒക്കെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അദ്ദേഹം കടന്നു വന്നപ്പോഴൊക്കെ നമ്മൾക്ക് അനുഗ്രഹമായിരുന്നു. അതുപോലെ ഇന്നും അനുഗ്രഹമായിരിക്കും. നമ്മൾക്ക് വേണ്ട വചനം കർത്താവ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന വിശ്വാസത്തോടുകൂടി നമ്മൾക്കായിരിക്കാം. വീഡിയോ ഓൺ ചെയ്യാവുന്നവർ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ഓൺ ചെയ്ത് സഹായിച്ചാൽ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സിജി ചാക്കോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ നടുവിൽ വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അങ്കിൾ ആന്റി, പ്രിയ അങ്കിൾ ഓർപ്പിച്ചതുപോലെ ആദ്യമായിട്ടല്ല, പലവട്ടം കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ നടുവിൽ വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അങ്കിളിനെ ആന്റി ഓർക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റീവ്, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി മാനിക്കട്ടെ. പ്രത്യേകാൽ ഇന്ന് ആരാധനകൾക്ക് നേതൃത്വം നൽകിയ കർത്താവിന്റെ ദാസൻ ലാലുബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങള് അടുത്ത സഹോദരങ്ങളെ പോലെ, സ്നേഹിതരെ പോലെ സ്നേഹിക്കുന്നവരാണ്. കർത്താവിന്റെ ദാസനോടൊത്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്തും കർത്താവിന്റെ നന്ദിയോട് എല്ലാ മുഖങ്ങളെ ഓർത്ത് കർത്താവിന്റെ നന്ദിയോട് സ്തോത്രം. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ജീവനോടെ ദൈവം നമ്മളെ നിർത്തിയല്ലോ, കരുതിയല്ലോ. ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം. പ്രിയങ്കൾ ഓർപ്പിച്ചതുപോലെ 65 വർഷം കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒരു പുരുഷായുസിൽ നല്ലൊരു ഭാഗം അവരൊരു മാതൃകയാകട്ടെ, അനേകർക്ക് ഒരു ആശ്വാസമാകട്ടെ. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എനിക്കും രണ്ടാമതുണ്ടായത് ഒരു പെൺകുഞ്ഞാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് ഇങ്ങനെ പറയുവാനിടയായി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം സുരക്ഷിതമായ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിയില്ലെങ്കിൽ ആമേൻ, അവരുടെ ജീവിതത്തിൽ ഈ മെഫിബോഷേത്ത് എന്ന് പറയുന്ന യോനാഥാന്റെ മകന് മുടന്ത് പറ്റിയെന്നാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. മുടന്ത് പറ്റാൻ കാരണം എന്താണെന്നറിയാമോ? സുരക്ഷിതമായ കരങ്ങളിലല്ല അവൻ എത്തിയത്. അവനെ സംരക്ഷിക്കേണ്ട കരം അവനെ താഴെ ഇട്ടപ്പോഴാണ് അവന് മുടന്തുണ്ടായത്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായ കരങ്ങളിൽ എത്തണം. നല്ല കുടുംബജീവിതം അവർക്ക് കിട്ടണം, നല്ല ഹസ്ബൻഡ്, നല്ല വൈഫ്. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ആമേൻ, ആമേൻ. അങ്ങനെയുള്ള കുടുംബജീവിതങ്ങൾ ഒരു മാതൃകയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് കർത്താവ് എൻ്റെ അകത്ത് നൽകിയ ഒരു ചിന്ത വേഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. പാസ്റ്റർ ഇതാണ് പ്രസംഗിക്കുന്നത് എന്നാരും ചിന്തിക്കില്ല. കാരണം വചനം എത്ര പ്രസംഗിച്ചാലും അതിനകത്ത് ആഴങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ സുപരിചിതമായ ഒരു ഭാഗം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 40 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 39-40 വാക്യങ്ങൾ നമ്മൾ വായിക്കാനായി പോകുകയാണ്. ആമേൻ. എടുക്കാൻ കഴിയുന്നവർ എടുത്താട്ടെ, ഞാൻ വായിക്കും.
നിങ്ങളും ആമേൻ ചേർന്ന് വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 39-40 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 39 and 40. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമുക്ക് എല്ലാവർക്കും. ഇതിനകത്തൊന്നും കേൾക്കാത്ത പ്രസംഗങ്ങളില്ല, പ്രസംഗിക്കാത്ത ദൈവദാസന്മാരില്ല, കേൾക്കാത്ത ദൈവമക്കളില്ല. എങ്കിലും ആ ഒരു വേട്, ആ പർട്ടിക്കുലർ ഒരു വേട് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. സാഹചര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. യേശു സ്നേഹിച്ച കുടുംബം, അതൊരു ഭയങ്കര അർത്ഥമുള്ള വാക്കാണ്. നമ്മളെല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും യേശുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ചിലർക്ക് പല രാജ്യങ്ങളിലാണ് ഇരുന്ന് പലരും കണക്ട് ആയിരിക്കുന്നത്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, ചിലർ യാത്രയിലാണ്. എങ്കിലും ആ യാത്രയിലും ഇരിപ്പിലും രോഗത്തിലിരിക്കുന്നവരും ഭാരത്തിലിരിക്കുന്നവരും എല്ലാം ഇതിനകത്ത് കണക്ട് ആയിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലേ? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മൾ ആ സാഹചര്യങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇരിക്കുവാൻ ഇടയായത്. പക്ഷേ യേശു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര മീനിങ് ഉള്ള, ഭയങ്കര അർത്ഥമുള്ള ഒരു വേർഡാണ്. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. വേഗത്തിൽ മനുഷ്യൻ, യോബിന്റെ പ്രത്യേകത, യോബിന് ദൈവത്തെ ഭയങ്കര വിശ്വാസം, യോബിന് ദൈവത്തെ ഭയങ്കര ആഴമേറിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് കഷ്ടത വന്നപ്പോഴും ഭാര്യ എതിരായി നിന്നപ്പോഴും ഒക്കെ യോബ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ പറയരുത്, ഈ കഷ്ടത അനുഭവിച്ച ദൈവം എനിക്ക് നന്മ തരാനും ആമേൻ കഴിവുള്ളവനാണ്. സഹോദരങ്ങൾ അല്ലെങ്കിൽ സ്നേഹിതർ അവനെതിരെ സംസാരിച്ചപ്പോൾ യോബ് പറയുകയാണ്, എഴുതി വെക്കാമെങ്കിൽ എഴുതി വെച്ചോ, ആമേൻ, മൈ റെഡീമർ ലീവ്സ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഈ പൊടിയിൽ നിന്ന് അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. സോ യോബിന് ദൈവത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ അതിന്റെ വേറൊരു ഭാഗം നിങ്ങൾ പ്രാരംഭത്തിൽ വായിച്ചു നോക്കിയാൽ അറിയാം, ദൈവത്തിന് യോബിന് ഭയങ്കര വിശ്വാസമായിരുന്നു. ആമേൻ. അതുകൊണ്ടാണ് പിശാചിന് യോബിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവാദം കൊടുത്തിട്ട് പിശാചിനെ അനുവദിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനെ അനുവദിച്ചെന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു മറുപടി, എനിക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമാണ്. ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടാലും, ആടുമാടുകൾ നഷ്ടപ്പെട്ടാലും, കുടുംബം നഷ്ടപ്പെട്ടാലും, കൂടെ നിൽക്കുന്നവർ തള്ളിയാലും അവൻ എന്നെ വിട്ട് മാറത്തില്ലെന്നുള്ള ഉറച്ചൊരു വിശ്വാസം. ആമേൻ. ഇന്ന് ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ തുറന്ന മനസ്സോടെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. സാഹചര്യങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള സ്നേഹത്തെ തകർക്കാൻ കഴിയില്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ആഴത്തിൽ വർദ്ധിച്ച് സ്ട്രോങ് ആയി കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവുമായിട്ടുള്ള ഈ സ്നേഹത്തിൽ നിന്ന് വേർപിടിവിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വ്യാപാരങ്ങൾക്കും കഴിയത്തില്ല. സോ യേശുവിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ ഇവിടെ ലാസറിന്റെ കുടുംബത്തിന് ബൈബിളിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? യേശു ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു, യേശു ലാസറിനെ സ്നേഹിച്ചിരുന്നു, യേശു ആ കുടുംബത്തെ ഭയങ്കര ആഴമായി സ്നേഹിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും, യേശു സ്നേഹിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്തൊരു കഷ്ടത കയറി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലാസർ ദീനമായി കിടക്കുന്നു. ആ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചേ. എൻ്റെ പ്രസംഗ ഭാഗം അവിടെ അല്ല കിടക്കുന്നത്, എങ്കിലും ഒന്ന് തൊട്ടുവിടാനായിട്ടാ. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം അറിയിക്കുന്ന ആരാ? ഏറ്റവും വേണ്ടപ്പെട്ടവരെ ആയിരിക്കും, അല്ലേ? ചിലര് അത് പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ പറയല്ലേ പാസ്റ്റർ, വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കുന്നവരെ അറിയിക്കുന്നത്, അല്ലേ? ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ പിന്നെ മനോരമ പത്രത്തിൽ ഇടുന്നതിനെക്കാട്ടും വേഗത്തിൽ സ്പ്രെഡ് ആവും. കാരണം എന്നാന്നറിയാമോ? ആരോടും പറയരുതെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പറയുന്നത്. അവരായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരോടും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പം വേണ്ടപ്പെട്ടവരോട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവരോടെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യും, തുറന്നു പറയും. അപ്പം ഒരു പ്രശ്നം വന്നപ്പോൾ അവരാദ്യം അറിയിച്ചത് ആരെയാണെന്നറിയോ? യേശു കർത്താവിനെയാ. കാരണം യേശു കർത്താവ് അവിടെ വന്നാൽ
അവനെ സൗഖ്യമാക്കുന്ന ആഴമേറിയ ഒരു വിശ്വാസം ഇവരുടെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ വിശ്വാസത്തെ ഖണ്ഡിച്ചുകൊണ്ട് യേശു കർത്താവ്, ഖണ്ഡിച്ചു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം നിങ്ങൾ എടുക്കില്ല, അവരുടെ വിശ്വാസം അങ്ങനെ നിൽക്കവേ തന്നെ അവരുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തുമാറ് ചിന്തിക്കുന്നത് പോലെ, ഭംഗം വന്നു എന്ന് ചിന്തിക്കുമാറ് യേശു അവരുടെ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യേശു അവരുടെ പ്രശ്നത്തിൽ വരുന്നില്ല, യേശു അവരുടെ പ്രശ്നത്തെ തൊടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തു വേദനാജനകമായ ഒരു സാഹചര്യമാണ് അല്ലേ? നിങ്ങൾ എന്തിനാ ഈ സൂം മീറ്റിംഗ് വന്നിരിക്കുന്നത്? പ്രിയ അങ്കിളും ആന്റിയും നേതൃത്വത്തിൽ ഈ വർഷങ്ങളായിട്ട് ഈ മീറ്റിംഗ് നടക്കുന്നു. പ്രാരംഭ സമയം മുതൽ ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. കോവിഡ് ടൈമിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് തുടങ്ങിയ ആരാധന ഇപ്പോഴും ഇത്രയും ആൾക്കാർ ഇതിനകത്ത് കൂടി വന്നു. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്കിള് പറഞ്ഞു ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്. എന്തിനാ ഇതെല്ലാം അറിയിച്ച് നിങ്ങൾ ഇതിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നേ? ആമേൻ. ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു സൗഖ്യവും വിടുതലും ആ ആരാധനയ്ക്കകത്തും ആ പ്രാർത്ഥനയ്ക്കകത്തും ദൈവദാസന്മാർ എല്ലാ ആഴ്ചകളിലും ഓരോരോ അഭിഷക്തന്മാർ, അറിയപ്പെടുന്നവരും പല ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുകയാണ്. അവരിൽ നിന്ന് വരുന്ന വചനങ്ങൾ, അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ തിരുവചനങ്ങൾ നിങ്ങളുടെ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും, നിങ്ങൾക്കൊരു വിടുതൽ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇന്നും ഈ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഈ ശനിയാഴ്ചയും നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയിരിക്കുന്നത്. സോ ഈ വിശ്വാസമാണ് മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വിശ്വസിച്ച, പ്രാർത്ഥന അപേക്ഷിച്ച വ്യക്തി അവരുടെ ജീവിതത്തിൽ വരുന്നില്ലെന്ന് മാത്രമല്ല, അവരപേക്ഷിച്ച വിഷയം എന്തിനാണോ അവർ അപേക്ഷിച്ചത് അതിന് വിപരീതമായി അവരുടെ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. എന്തോ നിരാശാജനകമായ വിഷയമാണ്. യേശുവിനെ വിട്ടുമാറാൻ നമ്മളൊക്കെ ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ അന്നേരം നമ്മൾ അടുത്ത സ്ഥലത്തെ കൂടും, അല്ലെങ്കിൽ അടുത്ത ഇടത്തെ കൂടും. അയ്യോ, അവിടെ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ദൈവത്തെ എനിക്ക് വേണ്ട. കാരണം വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് അത്ഭുതങ്ങൾ നടക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. ഞാൻ ഉൾപ്പെടെ അവിടെ ഞാൻ മാറ്റി നിർത്തുന്നില്ല, ഞാൻ ഉൾപ്പെടെ വളരെ വേഗത്തിൽ. പക്ഷെ അവിടെയും നിങ്ങൾ മറക്കരുത്, ദൈവത്തിനൊരു സമയമുണ്ട്. 119 സങ്കീർത്തനം 126 ഒരു വാക്യമുണ്ട്, യഹോവേ നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ഇതാകുന്നു. സോ ദാറ്റ് മീൻസ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞ എങ്ങനെയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ പ്രശ്നത്തിന്, നിന്റെ റിക്വസ്റ്റിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കുകയാണ്, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സോ നമ്മുടെ ടൈം അല്ല, ദൈവത്തിനൊരു സമയമുണ്ട്. സോ യേശു കർത്താവിന്റെ ശുശ്രൂഷ എടുത്ത് നോക്കിയാൽ ഒരു പരിചയമില്ലാത്തവർക്ക് വേറൊരു ദൈവദാസൻ പ്രസംഗിച്ച് കേട്ട ഒരു ഭാഗമാണ്. വേഗത്തിലൊന്ന് തൊട്ടുവിടത്തെ. യേശു കർത്താവിനോട് ഞാൻ ചോദിച്ച, കർത്താവ് ഒരു പരിചയമില്ലാത്തവർക്ക് വേണ്ടി എല്ലാം നീ നിന്നു, ഒരു പരിചയമില്ലാത്തവരെല്ലാം സൗഖ്യാക്കി. യായിറോസ് ഒരു പരിചയമില്ല, രക്തസ്രാവക്കാരി ഒരു പരിചയമില്ല, നയിൻ എന്ന പട്ടണത്തിൽ ഒരു വിധവ മകനെ അടക്കാൻ കൊണ്ടുപോവാ, യേശു കർത്താവുമായിട്ട് ഒരു പരിചയമില്ല. യേശു കർത്താവ് അവളുടെ മകനെ എഴുന്നേൽപ്പിച്ചു, യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചു, ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി, 38 വർഷം കൊളക്കരെ കിടന്നവനെ സൗഖ്യമാക്കി. ഇങ്ങനെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇഷ്ടംപോലെ മരണത്തിൽ നിന്ന് വിടിവിക്കുകയും രോഗശാന്തി. ഇവരൊന്നും യേശുവായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. യേശുവിനെ അവർക്കറിയാം, പക്ഷെ യേശുവിനെ അവരെ അറിയാവുന്ന എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം യേശു വരുന്നില്ല, ബാക്കി എല്ലാവർക്കും വേണ്ടി അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു വിഷയമല്ലേ, ഭയങ്കര ഭാരം ഉണ്ടാക്കുന്നതല്ലേ, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിട്ട് ഞങ്ങളുടെ വിഷയത്തിൽ എന്താ നീ വെളിപ്പെടാത്തെ? മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം അത്ഭുതം ചെയ്യും. നമ്മുടെ ഹൃദയത്തിന് തോന്നിയിട്ടില്ലേ, അയ്യോ ഞാൻ ഇത്രയും വർഷമായിട്ട് യേശുവിനെ വിളിച്ചിട്ട് എന്റെ വിഷയത്തിൽ എന്താ കർത്താവ് ഇതുവരെ പ്രവർത്തിക്കാത്ത? മറ്റുള്ളവരുടെ വിഷയമൊക്കെ ചുമ്മാ അവരൊന്ന് വന്നതേ ഉള്ളൂ, അന്നേരം മറുപടി കിട്ടി. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, എന്നിട്ടും എന്റെ പ്രശ്നത്തിൽ മറുപടി ഇല്ല. പ്രാർത്ഥിക്കാൻ വന്നവർക്കെല്ലാം മറുപടി കിട്ടി, പക്ഷെ എനിക്ക് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ അകത്തുണ്ടോ? ഒരു ദൂത് പറഞ്ഞ് ആരംഭിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ആമേൻ, ഞാൻ എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ മാർത്തേ മറിയെ നിന്റെ വീട്ടിൽ വെളിപ്പെടില്ല. ലാസർ എന്റെ സ്നേഹിതനാണെങ്കിൽ, ലാസറിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ മഹത്വവും അവന്റെ വീട്ടിൽ എനിക്ക് ഇറക്കണം. അവന്റെ ശന്തൽ കമനിയാർത്ഥന. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോടൊരു ദൂത് പറയട്ടെ. നിങ്ങളുടെ ഒരു മകന്റെ സ്ഥാനത്ത്, നിങ്ങളുടെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആത്മാർത്ഥമായ ഒരു ദൂത് പറയട്ടെ. സം ഡിലൈസ്, ചില വൈകലുകൾ, അത് ഡിനൈലല്ല, അത് നിന്നെ തകർക്കാനല്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചതല്ല. സം ഡിലേസ്, ചില വൈകലുകൾ ദൈവത്തിന്റെ മഹത്വകരമായ മറുപടി നിന്റെ മേൽ
നമ്മേൽ വെളിപ്പെടാനാണെന്ന് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആമേൻ ഇന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഒരു ആമേൻ പറഞ്ഞാൽ നന്നായിരിക്കും. ആമേൻ. ചില വൈകലുകൾ നിന്നെ ദൈവം മറന്നതുകൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, ദൈവം ആഗ്രഹിക്കുന്ന മഹത്വത്തോടെ നിന്റെ വിഷയത്തിൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട്. അത് തുറന്ന മനസ്സോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. സോ യേശു കർത്താവിന്റെ അടുക്കൽ ആളെ അയച്ചു, അല്ലെങ്കിൽ ലെറ്റർ കൊടുത്തു വിട്ടു, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് പക്ഷെ യേശു കർത്താവ് ആ വിഷയത്തിന്മേൽ പ്രവർത്തിച്ചില്ല. മാത്രമല്ല, അടക്കം ചെയ്ത് 4-ാം ദിവസം യേശു കർത്താവ് മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് വരികയാണ്. ആമേൻ. ഈ മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് വന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ അവിടെ എല്ലാം വിടുകയാണ്, എന്റെ പ്രസംഗം വേറൊരു ഭാഗത്തോട്ട് കിടക്കുകയാണ്. സോ യേശു കർത്താവ് അവരോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് യേശു കർത്താവ് ചോദിച്ചു, അവനെ എവിടാ വെച്ചിരിക്കുന്നത്? ഉടനെ സ്ഥലം കാണിച്ചു. യേശു കർത്താവ് അവിടെ വന്ന് കരഞ്ഞപ്പോൾ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, കണ്ടോ, അവൻ ഇത്ര ഭയങ്കര സ്നേഹമായിരുന്നു, എന്നിട്ടും ഇവൻ ഇത്രയും രോഗികളെ സൗഖ്യമാക്കിയിട്ടും എന്തുകൊണ്ടാ ഇവൻ ലാസറിനെ സൗഖ്യമാക്കാഞ്ഞെന്നൊക്കെ ചോദിച്ച് ഒരു വശത്ത് സംസാരം നടക്കുമ്പോൾ യേശു കർത്താവ് പെട്ടെന്നൊരു കമാൻഡ്, ആമേൻ, കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. അവിടാണ് എൻ്റെ ദൂത് കിടക്കുന്നത്. കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണമേ, കല്ലറ എന്ന് പറയുന്നത് ഒരുവന്റെ അവസാനമാണ്. കല്ലറ എന്ന് പറയുന്നത് ഒരുവന്റെ അവസാനമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അങ്ങനെ എങ്ങനെ പാസ്റ്റർ പറയുന്നേ? മരണമല്ലേ ഒരുവന്റെ അവസാനം? സത്യമാണ്, മരണം ജീവന്റെ അവസാനമാണ്. പക്ഷേ ആമേൻ, കല്ലറ ആ വ്യക്തിയുടെ മുഖം, ആ വ്യക്തിയുടെ ശരീരം എന്നേക്കും മറവ് ചെയ്യുന്ന സ്ഥലമാണ് കല്ലറ എന്ന് പറഞ്ഞാൽ. കല്ലറയിൽ വെച്ച് അടക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ നമുക്ക് കാണാനേ കഴിയില്ല, എന്നേക്കുമായി ഓർമ്മയായി മാറുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ രൂപത്തിന്റെ പോലും അവസാന സ്ഥലമാണ് കല്ലറ എന്ന് പറയുന്നത്. പ്രതീക്ഷ അസ്തമിക്കുന്ന സ്ഥലമാണ് കല്ലറ. 2, ഇരുട്ട് നിറഞ്ഞ സ്ഥലമാണ് കല്ലറ. ഇരുട്ട് നിറഞ്ഞ സ്ഥലമാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇരുട്ടിനെ കുറിച്ച് നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചതാണ്. ആ ഭാഗത്തോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഈ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കാൻ 1-2 ഭാഗങ്ങൾ തൊട്ടുവിടാം. ഒന്ന്, പ്രതീക്ഷ അസ്തമിച്ച സ്ഥലം, ഒരുവന്റെ അവസാനം. ആ അവസാനത്തിന്റെ മുമ്പിൽ വന്നിട്ട് യേശു കർത്താവ് പറയുക, നിങ്ങൾ അവസാനിപ്പിച്ച് എന്ന് കരുതിയാണല്ലോ ഈ കല്ല് വെച്ചത്. ആമേൻ. ആദ്യത്തെ കമാൻഡ്മെന്റ്, കല്ല് ഉരുട്ടി മാറ്റുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. വളരെ ആത്മാർത്ഥമായി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, ആമേൻ, പ്രിയ അങ്കിൾ പറഞ്ഞതുപോലെ, ആമേൻ, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. പലരും ചിന്തിച്ച അവസാനം എന്ന് കരുതിയ സ്ഥലത്ത് യേശു കർത്താവ് വന്ന് നിന്നിട്ട് പറയാണ്, നിങ്ങളുടെ കണ്ണിലാണ് ലാസറിന്റെ അവസാനം, പക്ഷെ എൻ്റെ കണ്ണിൽ ആരംഭങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ചില ആരംഭങ്ങളാണിത്. ഇന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ ആത്മാർത്ഥമായി ചിലരോട് ദൂത് പറയട്ടെ. നീ അവസാനിച്ചെന്ന് കരുതിയവരുടെ നടുവിൽ, നീ തീർന്നെന്ന് കരുതിയവരുടെ നടുവിൽ, നീ എന്നേക്കുമായി അവസാനിച്ചെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂതായി പറയുക, ഇല്ല കുഞ്ഞെ, നിന്റെ ജീവിതം, നിന്റെ തലമുറ, നിന്റെ ശുശ്രൂഷ അത് തീർന്നിട്ടില്ല. ദൈവം ചിലത് ആരംഭിക്കാൻ പോകുക. തീർന്നെന്ന് കരുതിയവരുണ്ട്, നീ അവസാനിച്ചെന്ന് ചിന്തിച്ചവരുണ്ട്. സത്യമാണ്, സാഹചര്യങ്ങൾ അങ്ങനെ തോന്നിപ്പിക്കുമാറ് ജീവിതത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ സകലത്തിന്റെ ഉടയവനായ ദൈവം പറയാണ്, നോ, ഇത് തീർന്നിട്ടില്ല, ഞാൻ ചിലത് ആരംഭിക്കാൻ പോകുകയാണ്. അർദ്ധമനഘടകസ്യാന്തൽക്കമനിയ. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും, അയ്യോ, എൻ്റെ ജീവിതം വല്ലാത്തൊരു സാഹചര്യത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്, ഇനി ഒരിക്കലും ഇത് പുറത്തു വരാൻ സാധ്യതയില്ല ദൈവദാസനെ എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂതായി ഓർപ്പിക്കുന്നു, നോ, അത് നിന്റെ കണ്ണിലാണ്, നിന്റെ കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ടാണ് യേശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ആമേൻ. നിന്റെ വിചാരങ്ങൾക്ക് മീതെ എൻ്റെ വിചാരങ്ങളും, എൻ്റെ വഴി നിന്റെ വഴികൾക്ക് മീതെ എൻ്റെ വഴികളും ഉയർന്നിരിക്കുന്നു എന്ന് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ചിന്ത നിന്റെ ചിന്തയല്ല, ദൈവത്തിന്റെ വഴി നിന്റെ വഴിയല്ല. ദൈവം നീ ചിന്തിക്കുന്നതിന് മേലെ ചിന്തിക്കുന്ന ദൈവമാണ്. സോ ആമേൻ, ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. 1, ആമേൻ, അവസാനം. 2, ഇരുട്ട്. ഇരുട്ടിന്റെ പ്രത്യേകത ഞാൻ മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇരുട്ട്
ഇരുട്ട് നന്മകളെ മൂടി വെക്കുന്നതാണ്. ഇരുട്ട് പ്രശ്നങ്ങൾ ഉളവാകുന്നതാണ്. ഏറ്റവും കൂടുതൽ പൈശാചിക മണ്ഡലങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നത് ഇരുട്ടിനകത്താണ് എല്ലാ ശത്രുവിന്റെ ശക്തികളും പ്രബലപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മോഷണങ്ങൾ നടക്കുന്ന ഇരുട്ടിലാണ്, അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇരുട്ടാണ്, മരണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇരുട്ടാണ്. ദൈവഹിതമില്ലാത്ത എല്ലാ പ്രവൃത്തികളും സാത്താന്യ ശക്തികൾ നടത്തുന്നത് ഇരുട്ടിനെ മറപിടിച്ചാണ്. കാരണം ഇരുട്ട് പിശാചിന്റെ ശക്തി കേന്ദ്രമാണ്. ഇരുട്ടിന്റെ ശക്തി എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് പ്രസംഗിച്ചതാണ്, ഇരുട്ടിന്റെ ശക്തി എന്ന് പറയുന്നത്, ഇരുട്ടിന്റെ പവർ എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ആബ്സെൻസ് ആണ്, ലൈറ്റിന്റെ ആബ്സെൻസ് ആണ്. ലൈറ്റ് എവിടെ ഉണ്ടോ അവിടെ ഇരുട്ടില്ല. നിങ്ങളുണ്ടോ അവിടെ? വെളിച്ചം എവിടെ ഉണ്ടോ അവിടെ ഇരുട്ടില്ല. വെളിച്ചം കത്തിയാൽ പിന്നെ ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ലാസറിനെ ഇരുട്ടിനകത്തേക്ക് തള്ളി മാറ്റിയപ്പോൾ കർത്താവ് പറയുക, കല്ലുരുട്ടി മാറ്റുവി. ഞാൻ വേഗത്തിൽ ഒന്ന് പറയട്ടെ. അടച്ച മേഖല തുറന്നതിന്റെ അർത്ഥം ഇത് അവസാനമല്ല, ആരംഭിക്കാൻ പോകുകയാണ്. 2, ഇവൻ ഇരുട്ടിൽ കിടക്കേണ്ടവനല്ല, ഇവൻ വെളിച്ചത്ത് വരേണ്ടവനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇരുട്ട് നന്മകളെ, ഞാൻ പണ്ട് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞൊരു വേദഭാഗം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 10 ദ്രഹ്മ കാണാതെ പോയി. 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ കാണാതെ പോയി. 10ൽ 1 നഷ്ടപ്പെട്ടു. അവളുടെ വീട്ടിലാണ് നഷ്ടപ്പെട്ടത്, അവളുടെ കണ്ണിന്റെ മുമ്പിലാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൾ എന്ത് ചെയ്തു? ഒരു വിളക്ക് കത്തിച്ചു. എന്തിനാ വിളക്ക് കത്തിച്ചേ? വീടിനകത്ത് ഇരുട്ടുള്ളത് കൊണ്ട് നന്മ അവൾക്ക് കാണാൻ പറ്റിയില്ല. 1, ഇരുട്ട് നന്മകളെ മൂടിക്കളയും, വെളിച്ചം നന്മകളെ പുറത്തു കൊണ്ടുവരും. സോ അവൾ വിളക്ക് കത്തിച്ചപ്പോൾ ആ വീട്ടിനകത്ത് ഇരുട്ട് മാറി. വിളക്ക് കത്തിച്ചപ്പോൾ വെളിച്ചം വ്യാപരിച്ചു. അവളുടെ നന്മ കണ്ണുകൊണ്ട് അവൾക്ക് കാണാൻ കഴിഞ്ഞു. അവളുടെ നന്മ അവൾക്ക് തിരിച്ചു കിട്ടി. അർത്ഥാൽ വെളിച്ചമുള്ളിടത്ത് തിരിച്ച് നഷ്ടപ്പെട്ടതിനെ കാണാൻ കഴിയും, അത് തിരികെ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ടാണ് യെശയ്യാ 60 പറയുന്ന, റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സോ നമ്മൾ പ്രകാശിക്കാത്തത് കൊണ്ടാണ്. എന്നോട് പിണങ്ങുമോ? നിങ്ങളില്ലല്ലോ. എന്താ നിങ്ങളുടെ വീട്ടിൽ ഇരുട്ട് കയറിയേ? എന്താ നിങ്ങളുടെ തലമുറയിൽ ഇരുട്ട് കയറിയേ? എന്താ നിങ്ങളുടെ നന്മ മൂടപ്പെട്ടത്? യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രകാശിക്കാത്തോണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങത്തില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം നമ്മൾ പ്രകാശിച്ചാൽ ഇരുട്ടിനവിടെ സ്ഥാനമില്ല. കാവൽക്കാരാ, രാത്രി എന്തായി? ഇരുട്ടിന്റെ ആധിപത്യം എത്രമാത്രം ആയെന്ന് ദൈവം ചോദിക്കുന്നത് കാവൽക്കാരനോടാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വീടിന്റെ കാവൽക്കാർ നിങ്ങളാണ്. നിങ്ങളുടെ ദേശത്തിന്റെ കാവൽക്കാർ നിങ്ങളാണ്. നിങ്ങളുടെ തലമുറയുടെ കാവൽക്കാർ നിങ്ങളാണ്. ഇരുട്ട് കയറാൻ നിങ്ങൾ അനുവദിക്കില്ല. എന്താ ഇരുട്ട് കയറിയത്? നിങ്ങൾ പ്രകാശിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ പ്രകാശിച്ചിരുന്നെങ്കിൽ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, 35-ാം സങ്കീർത്തനത്തിലാണോ ഒരു വാക്യം ഉണ്ടല്ലോ, സന്ധ്യങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം. സന്ധ്യങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം എന്ന് പറഞ്ഞാൽ, സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറയുന്നത് ദുഃഖമാണ്, പ്രഭാതം എന്ന് പറയുന്നത് സന്തോഷമാണ്. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ഇരുട്ട് എന്ന് പറയുന്നത് ദുഃഖമാണ്, പ്രഭാതം വെളിച്ചം എന്ന് പറയുന്നത് സന്തോഷമാണ്. സന്ധ്യയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുട്ടാകുമ്പോൾ ഒരു പക്ഷി ഒരു വൃക്ഷത്തിൽ വന്ന് ചേക്കേറുന്നത് പോലെ നമ്മുടെ വീട്ടിലേക്ക് ഇരുട്ട് വന്ന് കയറുമ്പോൾ ദുഃഖം വന്ന് കയറുകയാണ്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. പിന്നീട് പ്രഭാതം ഉദിക്കുമ്പോൾ സന്തോഷം വിടരുകയാണ്. ഒരു പൂ വിടരുന്നത് പോലെ സന്തോഷം വരികയാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ, ഇന്ന് വൈകിട്ട് അസ്തമിച്ച സൂര്യൻ നാളെ രാവിലെ ഉദിക്കുന്നത് വരെ ദുഃഖമാണ് എന്ന് പറഞ്ഞാൽ കേവലം 12 മണിക്കൂറെങ്കിലും ഈ ദുഃഖം മാറാൻ കാത്തിരിക്കണം. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു ടൈമിംഗ് ബൈബിളിൽ ഇല്ല.
കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ വെളിച്ചത്തെയും ഇരുട്ടിനെയും തമ്മിൽ വേർപിരിച്ചു. ആമേൻ. ഇരുട്ടിന് രാത്രി എന്നും വെളിച്ചത്തിന് പകലെന്നും പേർ വിളിച്ചു. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ഇരുട്ടിന് രാത്രി എന്നും വെളിച്ചത്തിന് പകലെന്നും പേർ വിളിച്ചു. സോ എവിടെ ഇരുട്ടുണ്ടോ അത് രാത്രിയാണ്, എവിടെ വെളിച്ചമുണ്ടോ അത് പകലാണ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് കയറിയാൽ ആ ദുഃഖം മാറാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട, മറിച്ച് നിങ്ങളൊന്ന് പ്രകാശിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. ഒരു 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 ക്രോണോളജിക്കൽ സിസ്റ്റത്തിൽ, ഒരു ടൈമിന്റെ സിസ്റ്റത്തിൽ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് കയറി, ഇരുട്ട് മീൻസ് ദുഃഖം കയറി, പ്രശ്നം കയറി, ഇത് മാറാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട, മറിച്ച് നിങ്ങളൊന്ന് പ്രകാശമായാൽ, നിങ്ങളൊന്ന് കത്താൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ 60 താഴോട്ട് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇനി നിനക്ക് പകൽ വെളിച്ചം തരുന്നത് സൂര്യനല്ല, ഇനി നിനക്ക് നിലാവെളിച്ചം തരുന്നത് ചന്ദ്രനല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായി. അങ്കിൾ അവിടെ ഒരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കണം പിന്നീട്. യഹോവ നിനക്ക് നിത്യപ്രകാശമായി. അടുത്ത വേർഡ്, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിത്യപ്രകാശമായവൻ വെളിപ്പെട്ടാൽ ഇന്ന് രാവിലെ, ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ ജീവിതത്തിൽ ദുഃഖം വിതച്ച്, ഇരുട്ട് വിതച്ച്, കണ്ണുനീരാക്കിയ ചില പൈശാചിക മേഖലകൾ നിന്റെ തലമുറ ഇരുട്ടിനകത്തോട്ട് തള്ളിവിട്ട്, നിന്റെ കുടുംബത്തെ ഇരുട്ടിനകത്തോട്ട് തള്ളിവിട്ട്, ഈ ദുഷ്ടവ്യാപാരത്തിന്റെ നടുവിൽ വെളിച്ചമായ യേശു ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. വെളിച്ചമായവൻ. ആമേൻ. സോ യേശു കർത്താവ്, ആമേൻ, ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് നിന്നിട്ട് യേശു കർത്താവ് പറയുകയാണ്, കല്ലുരുട്ടി മാറ്റുവിൻ. ആമേൻ. രണ്ടാമത്തെ കമാൻഡ്മെന്റ്, ലാസറേ പുറത്തു വാ, പുറത്തു വാ. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു വേടാ. എന്തിന്നാ കർത്താവെ പുറത്തു വരണ്ടേ? ഒന്ന്, നീ തീർന്നെന്ന് പറഞ്ഞെടുത്തുനിന്ന് നീ പുറത്തു വരണം. 2, ഇരുട്ടിനകത്തുനിന്ന് എന്റെ വിഷയം അതാണ്, അതിലേക്കാണ് ഞാനൊന്ന് വരുന്നത്. ഇരുട്ടിനകത്തുനിന്ന് നീ പുറത്തു വരണം. ഇരുട്ടിനകത്തുനിന്ന്. കാരണം നീ അവിടെ കിടക്കാനുള്ളവനല്ല. ഇരുട്ടും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. യേശുവിന്റെ നാമത്തിൽ. മീകാ പ്രവചനത്തിൽ ഒരു വേടുണ്ട്, എന്റെ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, ഞാൻ വീണുവെങ്കിലും ഞാൻ എഴുന്നേൽക്കും. നിങ്ങൾ ആ വേടൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മീഖ 7:8, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. മീഖ പ്രവചനം 7:8, എന്റെ ശത്രുവായവളെ എന്നെ സന്തോഷിക്കല്ല്, ഞാൻ വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അടുത്തൊരു ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി. When I sit in darkness, the Lord shall be light unto me. ആമേൻ. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി. ദാറ്റ് മീൻസ് ഞാൻ ഇരുട്ടത്താണെങ്കിലും അവൻ വെളിച്ചമായി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇരുട്ടിനെന്നെ കീഴടക്കാൻ. ആമേൻ. ഇന്ന് രാത്രി തുറന്ന മനസ്സോടെ ഒരു പ്രവാചക ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. എത്ര ശത്രുവായവൻ നിന്റെ തലമുറയോ, നിന്റെ ജീവിതത്തെയോ, നിന്റെ ഭാവിയോ, നിന്റെ ജോലിയോ, നിന്റെ ശുശ്രൂഷയോ, നിന്റെ ശരീരത്തെയോ ഇരുട്ടിനകത്ത് തള്ളിയിട്ട് നിന്നെ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് അടയ്ക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മേഖലയുടെ നടുവിൽ ഈ ജനുവരി മാസം, പ്രാരംഭ മാസത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ആമേൻ. വെളിച്ചമായവൻ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. വെളിച്ചമായവൻ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. വെളിച്ചമായവന്റെ ശക്തി നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇനി ഇരുട്ടിന് അവിടെ സ്ഥാനമുണ്ടാകത്തില്ല. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിയോ കരം തട്ടിയോ എങ്ങനെയെങ്കിലും ഒക്കെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. വെളിച്ചമായവൻ വെളിപ്പെട്ടാൽ പിന്നെ ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല. ആമേൻ.
എനിക്കറിയാം ചിലരുടെ ഹൃദയത്തെ ഇത് തൊടുന്നുണ്ട്, ചിലരുടെ ഹൃദയത്തെ ഇത് തൊടുന്നുണ്ട്. നിന്റെ ജോബ്, നിന്റെ ഫിനാൻഷ്യൽ മേഖലകൾ, നിന്റെ ഫിസിക്കൽ റെലം, നിന്റെ സ്പിരിച്വൽ റെലം ഇനി ഇരുട്ടിനകത്ത് ഒതുങ്ങാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം കമാൻഡ് ചെയ്യാണ്, കം ഔട്ട്. ആമേൻ, ആമേൻ. അവിടുന്ന് പുറത്തു വാ, പുറത്തു വാ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. നിന്നെ അടച്ചു കളഞ്ഞ മേഖലകൾ, ഏത് ശക്തിയാകട്ടെ, ഏത് പൈശാചിക മണ്ഡലമാകട്ടെ, ഏത് ഇരുട്ടിന്റെ ആധിപത്യമാകട്ടെ, നിന്നെ ഒതുക്കിയ ശക്തിയുടെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കമാൻഡ് ചെയ്യാണ്, പുറത്തു വരിക. ആ, പുറത്തു വരിക, പുറത്തു വരിക. ആമേൻ. ഒറ്റ വിളി വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. ലാസർ പുറത്തു വന്നു. എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച ഒരു ഭാഗമാണ്. ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു വിടട്ടെ. ആമേൻ. ഒറ്റ വിളി വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരാ വിളിച്ചത്? ആരാ വിളിച്ചത്? നിങ്ങളുടെ ചുണ്ടൊന്ന് അനങ്ങട്ടെ, ഞാൻ ഒന്ന് കാണട്ടെ. ആമേൻ. ഫിസിക്കൽ മീറ്റിംഗ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്കിള് പറഞ്ഞ് വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഓണാക്കാൻ പറഞ്ഞെങ്കിലും കുറച്ചു പേര് ഓണാക്കിയിട്ടുണ്ട്. ആ ഓണാക്കിയവരുടെ ചുണ്ടനങ്ങുന്നെങ്കിലും ഞാനൊന്ന് കാണട്ടെ. ആമേൻ. ആരാ വിളിച്ചേ? നിങ്ങളെല്ലാവരുടെയും ചുണ്ടനങ്ങിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, യേശു എന്നാ നിങ്ങൾ പറഞ്ഞത്. ആമേൻ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ നന്നായി ഒരു വേർഡ് പറയട്ടെ. ആമേൻ. വെളിച്ചമായവനാണ് ഇരുട്ടിനകത്ത് കിടന്ന ലാസറിനെ വിളിച്ചത് വെളിച്ചമായവനാണ്. കാരണം ആ വേടൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രസംഗം വേറൊരു ഭാഗത്തോട്ട് പോകൂ എന്നുള്ളൊരു ഭയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്നാലും ഒന്ന് വേട് പറഞ്ഞു വിടാം. നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് വെച്ചോ. ബൈബിൾ ക്ലാസ് പോലെ പോകാൻ ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പോകുന്നത്. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം, 1 John chapter 1:5, 1 യോഹന്നാൻ 1:5, ദൈവം വെളിച്ചമാകുന്നു. കാണാൻ അറിയാവുന്നല്ലേ ആ വാക്യമൊക്കെ? ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഒട്ടും ഇരുട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളെ അറിയിക്കുന്ന ദൂതാകുന്നു. ദാറ്റ് മീൻസ് അവനിൽ ഇരുട്ടില്ല, അവൻ വെളിച്ചമാണ്. അപ്പോ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് വിളിച്ചത് ആരാണ്? വെളിച്ചമായവനാണ്. വെളിച്ചം വന്നാ പിന്നെ ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല. ഒരു ശക്തിക്കും നിന്റെ നന്മയെ മൂടിവെക്കാൻ പറ്റില്ല. നിന്റെ തലമുറയെ മൂടിവെക്കാം. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്, അങ്കിളെ, ആന്റി, ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ അങ്ങനെ തന്നെ പറയട്ടെ. ഇന്ന് രാത്രി ചിലരുടെ വീടിനകത്തോട്ട് ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചമായി വെളിപ്പെടുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇരുട്ടത്തിരിക്കുന്ന പലതും പുറത്തു വരികയാണ്. നിന്റെ തലമുറയുടെ ഭാവി ഇന്ന് രാത്രി പുറത്തു വരും. ആമേൻ. നിന്റെ കുടുംബത്തിന്റെ ആമേൻ സമാധാനം ഇന്ന് രാത്രി പുറത്തു വരും. ആമേൻ. നിന്നെ ഒതുക്കിക്കളഞ്ഞ ശക്തി ഇന്ന് രാത്രി എങ്ങനെയൊക്കെയോ ഷൈൻ ചെയ്യേണ്ട, എങ്ങനെയൊക്കെയോ പ്രകാശിക്കേണ്ടവനെയാണ് പിശാച് ഇരുട്ടിനകത്ത് ഒതുക്കിക്കളഞ്ഞേ. കേട്ടൊരു ബ്രദറെ, എങ്ങനെയൊക്കെയോ ആമേൻ വെളിപ്പെടേണ്ടവനെയാണ് ഇരുട്ടിനകത്ത് പിശാച് ഒതുക്കിക്കളഞ്ഞേ. ആമേൻ. ഭാവി നല്ല നിലവാരത്തിൽ ഉയരേണ്ടതായിരുന്നു, ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഏതൊക്കെയോ ശക്തികൾ അതിനെ ഇരുട്ടിനകത്ത് ഒതുക്കിക്കളഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുക, നോ, അതിനി സാധ്യമാകത്തില്ല. ഇരുട്ടിന്റെ ശക്തിക്ക് അധികം നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അത് നിന്റെ ശക്തി കൊണ്ടല്ല, വെളിച്ചമായവൻ ഞാൻ അവിടെ വെളിപ്പെടുന്നത് കൊണ്ടാണ്. യേശു കർത്താവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കെല്ലാവർക്കും, ഇപ്പൊ ഞാൻ ഇതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന ഡിവൈസിൽ എല്ലാവരും അൺലോക്ക് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അവരവർ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയിക്കുമാർ യേശു കർത്താവിനെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ വെളിച്ചമായെന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ അകത്ത് ജീവനോടുണ്ട്. കാരണം ഈ യായ്റോസിന്റെ വീട്ടിൽ യേശു കർത്താവ് ചെന്നപ്പോൾ യായ്റോസിന്റെ മകള് മരിക്കാറായി കിടക്കുക എന്ന് പറഞ്ഞ് യേശു കർത്താവ് പോകാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ യേശു കർത്താവിനോട് അവിടെ യായ്റോസിനോട് ഒരുവൻ വന്നിട്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഈ നമ്മുടെ ചിന്താഗതികളൊക്കെ നമ്മൾ മാറ്റണം കേട്ടോ. ഇനി കർത്താവിനെ ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ച ബുദ്ധിമുട്ട്, കർത്താവ് ഇത് കേൾക്കുവോ, അങ്ങനെയുള്ള മനോഭാവം ഒന്നും നമ്മൾ വെക്കല്ലേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാവോ? ഈ ചിലരുടെ നമ്മുടെ ചിന്താഗതി, ഒരുത്തം വന്നിട്ട് പറയാ, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഗുരുവിനെ ബുദ്ധിമുട്ടാന്ന് ഇവനോട് ആരെങ്കിലും പറഞ്ഞോ?
ഇല്ല. അത് അവന്റെ മനോഭാവമാണ്. അവന്റെ ചിന്താഗതിയാണ് ഗുരുവിന് ഇതൊരു ബുദ്ധിമുട്ടാന്നൊക്കെ. പക്ഷെ കർത്താവ് യായിറോസിനോട് പറഞ്ഞു, കുഞ്ഞെ, അവൻ പറഞ്ഞു കേട്ട് നീ ഭാരപ്പെടുവൊന്നും വേണ്ട. ഞാൻ വെച്ച കാലം എന്ത് ചെയ്യത്തില്ല, പുറകോട്ട് വെക്കുകയില്ല. നിന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ടേ പോകത്തുള്ളൂ. സ്കെഡ്യൂളിൽ ഇല്ലാത്ത വേറെ പ്രോഗ്രാം കയറി വന്നു എന്നുള്ളത് സത്യമാണ്. രക്തസ്രാവക്കാരി കയറി തൊട്ടു, യേശു അവിടെ നിന്നു. അന്നേരമാണ് കുഞ്ഞ് മരിച്ചത്. അപ്പൊ യായിറോസിന്റെ അകത്തും ഒരു ചിന്തയുണ്ട്, കർത്താവെ, ഞാൻ വിളിച്ചിട്ട് നീ വന്നു, പക്ഷേ പ്രോഗ്രാമിൽ ഇല്ലാത്ത വേറെ കേസ് കെട്ടുകൾക്ക് വേണ്ടി നീ നിന്നത് കൊണ്ടാണല്ലോ എന്റെ കൊച്ചു മരിച്ചത്. റൈറ്റ് ടൈമിൽ എത്തിയിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരു ചിന്താഗതി യായിറോസിന്റെ അകത്ത് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞേ, നിങ്ങൾ അങ്ങനെ എന്നെ നോക്കല്ലേ, കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കത്തില്ലല്ലോ. അപ്പൊ യായിറോസും അങ്ങനെ ചിന്തിച്ച് കാണുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അല്ലേ? നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ദൈവത്തോട് പരിഭവം പറയുന്ന മലയാളികളാണ് എൻ്റെ ഒരു വിശ്വാസം. ദൈവത്തോട് ഏറ്റവും കൂടുതൽ പരിഭവം, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എനിക്ക് പ്രശ്നം, കർത്താവ് നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. കാരണം നമുക്ക് ഈ മലയാളികൾ എന്നുള്ളത് പോട്ടെ, വിശ്വാസികൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ ഇസ്രായേൽ മക്കളുടെ ഒരു പാരമ്പര്യം നമ്മുടെ അകത്തുള്ളത് കൊണ്ട് എത്ര അടിമത്വത്തിൽ നിന്ന് പൊട്ടിയാലും ഈ ഒരു ചെറിയൊരു പിറുപിറുപ്പിന്റെ ഒരു അംശം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ലെന്ന എൻ്റെ ഒരു വാദം. കാരണം കർത്താവെ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ അത് ചെയ്തില്ലല്ലോ, എനിക്കൊരു മറുപടി തന്നില്ലല്ലോ എന്ന്. നല്ലൊരു പനി വന്നാൽ എന്നാ കർത്താവെ ഈ പനി വന്നെന്ന് ചോദിക്കുന്ന ഒരു വിശ്വാസമല്ലേ നമ്മുടെ അകത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരോ 21 ദിവസം ഉപവാസം ഇരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഫാസ്റ്റിംഗ് പ്രയർ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നല്ല അനുഗ്രഹമായിരുന്നു, ഇപ്പൊ ഹോസ്പിറ്റലാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഉപവാസം ഇരുന്ന് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. അല്ല, മെഡിക്കൽ ചെക്കപ്പിന് വന്ന. ഞാൻ ചോദിച്ചു, എന്തിനാ? അല്ല, 21 ദിവസം ഉപവാസം ഇരുന്നിട്ട് ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു, വെറുതെ ആയിപ്പോയില്ലേ നിങ്ങളുടെ ഉപവാസം? വെറുതെ ആയിപ്പോയില്ലേ? അവൻ 21 ദിവസം ഉപവാസം ഇരുന്നിട്ട് ശരീരത്തിന് ഇന്റേണൽ ഓർഗൻസിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ, അൾസറോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇതൊന്നും അല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് മറിയോട് പറഞ്ഞപ്പോ മറിയ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ വായിക്കണേ അത് വീട്ടിലെ. മറിയം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കർത്താവെ നീ ലേറ്റ് ആയിപ്പോയി, നീ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. എന്നെ യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഉടനെ മാർത്ത പറയുക, കർത്താവെ, കർത്താവെ, വിശ്വാസമുണ്ട്, പുനരുദ്ധാനത്തിങ്കൽ അവനെ കാണാന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മരിച്ചത് മരിച്ചു, ഇനി പുള്ളി റിസറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഉടനെ കർത്താവ് പറഞ്ഞു, മാർത്തേ, അത് ബൈബിളിൽ അങ്ങനെയില്ല, ഞാനങ്ങ് പറയാണ്, മാർത്തേ, അത് നിന്റെ അറിവാണ്, നിന്റെ നോളജ് ആണ്. ഏതാ? പുനരുദ്ധാനത്തിങ്കിൽ അവനെ കാണാം. ഈ അറിവും ദൈവവിശ്വാസവും രണ്ടും രണ്ടാം. നമ്മൾ പറയുന്നത് അറിഞ്ഞതാ സത്യമൊന്നും പറഞ്ഞിരിക്കുക. നോ, അല്ല. അറിവും വിശ്വാസവും രണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് അബ്രഹാം വിശ്വസിച്ചതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പുള്ളിയെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്ന. ആശയ്ക്ക് വിരോധമായ ആശയോടെ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ഭാര്യയുടെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും സാഹചര്യത്തെ നോക്കാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ആമേൻ. ഒന്നുകൂടെ തൊട്ട് പറയാം. ഈ യായിറോസിന്റെ വീട്ടിൽ യേശു കർത്താവ് വന്നപ്പോ യായിറോസിനെ ഞാൻ പണ്ട് ഇവിടെ നിങ്ങളുടെ എഡിസൺ പ്രയർ ഫെലോഷിപ്പിൽ പണ്ട് പ്രസംഗിച്ചത്, ആദ്യത്തെ സമയങ്ങളിൽ യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിൽ വന്നിട്ട് കൊച്ചിനെ നോക്കിയിട്ട് പറയാം, കൊച്ചു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കൊച്ചു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ശരിക്കും ഈ കൊച്ചു മരിച്ചില്ലേ? മരിച്ചു. എന്നിട്ടും കർത്താവ് പറയാം മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്താ അതിനർത്ഥം? മരിച്ചു എന്നുള്ള സത്യമാണെങ്കിലും ആ സത്യത്തെ അംഗീകരിക്കാൻ കർത്താവ് തയ്യാറല്ല. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നം ഉണ്ടെന്നുള്ളത് സത്യമാ. നിങ്ങളുടെ തലമുറയ്ക്ക് ആ പ്രശ്നം ഉണ്ടെന്നുള്ളത് സത്യമാ. നിങ്ങൾക്ക് ആ കടഭാരം, ആ വേദന, ആ രോഗം ഉണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ കർത്താവ് പറയാം, ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? പിണങ്ങിയോ? ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അത് അത് നിങ്ങൾ ശ്രദ്ധിച്ചേ, മാർത്തയോടും മറിയോടും കർത്താവ് പറയാം, വിശ്വസിച്ചാൽ നീതി എന്ന് പറഞ്ഞാൽ 4-ാമത്തെ ദിവസം അടക്കം ചെയ്ത് 4-ാമത്തെ ദിവസവും ഇവൻ പുറത്തു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. അപ്പൊ അറിവും വിശ്വാസവും രണ്ടും രണ്ടാം. പലരും അറിവില്ല പ്രവർത്തിക്കുന്നത്. സോ യേശു കർത്താവ് യായിറോസിനോട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാന്ന് പറഞ്ഞു. കൊച്ചിനെ തൊട്ടിട്ട് പറയേ, കൊച്ചു മരിച്ചിട്ടില്ല, ഉറങ്ങുക എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഈ കൊച്ചിന്റെ കയ്യെ പിടിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് മുമ്പ് ചോദിച്ചോളൂ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആരാ കൊച്ചിന്റെ കയ്യെ പിടിച്ചേ?
ഞാൻ മുമ്പ് നിങ്ങൾ പറഞ്ഞത് തിരുത്തി പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, ആരും മിണ്ടുന്നില്ല. ആമേൻ. ആരെ കയ്യെ പിടിച്ച്? യേശു കർത്താവാണ്. പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് പറയട്ടെ, ജീവനായവനാണ് കരത്തെ പിടിച്ചിരിക്കുന്നത്. കമോൺ, ജീവനായവനാണ് കരത്തെ പിടിച്ചിരിക്കുന്നത്. ഇനി ഒന്നും കൂടെ കയറി പറഞ്ഞാൽ, ജീവനായവനാണ് മരണത്തിന്റെ പിടിച്ചിരിക്കുന്നത്. ജീവനായവൻ മരണത്തെ തൊട്ടപ്പോൾ മരണം മാറി ജീവനകത്ത് കയറി. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറഞ്ഞ് വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോയി അവസാനിപ്പിക്കട്ടെ. ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് നിൽക്കുന്നത് വെളിച്ചമായവൻ, 2 ജീവനായവൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന് നിൽക്കുമ്പോൾ ഇരുട്ടത്തിരുന്നവൻ ജീവനോടെ പുറത്തു വരികയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, മരണത്തിന്റെ ആഴങ്ങൾക്കകത്ത് മൂழ்കിപ്പോയ, ആമൻ, ഇരുത്തിക്കളഞ്ഞ, അടക്കം ചെയ്ത് കളഞ്ഞ ലാസറിനെ ജീവനായവൻ വിളിച്ചപ്പോൾ ജീവനകത്ത് കയറി. വെളിച്ചമായവൻ വിളിച്ചപ്പോൾ ഇരുട്ടിനകത്തുനിന്ന് പുറത്തു വന്നു. ഇന്ന് രാത്രിയിൽ ഒരു പ്രവചന ശബ്ദം പറഞ്ഞ് മുമ്പോട്ട് പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഈ 2 പ്രോസസ്, ഇത് പറയാനായിട്ടാ ഞാൻ ഇന്ന് രാത്രി അത് അങ്കിളും ആന്റി എന്നെ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നൊരു ദൂതാണ്. ആമേൻ. ഇത് രണ്ടും പറയാനായിട്ടാ ഞാൻ ഈ പ്രഭാതത്തിൽ ഇവിടെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുമായി ജോയിൻ ചെയ്തത്. ഒറ്റ വീട്, ആമേൻ, നിന്റെ വീട്ടിൽ ഇരുട്ടിനകത്ത് വെളിച്ചമായവൻ ഇറങ്ങും. ആമേൻ. മരണത്തിന്റെ ഗന്ധമുള്ള വിഷയത്തിനകത്ത് ജീവനായവൻ ഇറങ്ങും. ഇത് രണ്ടും നിന്റെ വീടിനകത്ത് ഇറങ്ങിയാൽ പിന്നെ ഒരു ദുഃഖത്തിനും നിന്റെ വീട്ടിൽ സ്ഥാനമില്ല. വെളിച്ചമായവൻ വെളിപ്പെട്ടാൽ പിന്നെ ഇരുട്ടിനകത്ത് നിനക്ക് ഇരിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇരുട്ടിന്റെ മേഖലകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, 1 യോഹന്നാനകത്ത് 1:5 പറഞ്ഞ വെളിച്ചമായ ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുകയാണ്. ലോകത്തിലെ മുഴുവൻ ഇരുട്ടിനെ മാറ്റാൻ അവൻ കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നത്, അവൻ വെളിച്ചമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ ശക്തികൾ, അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക ശക്തികൾ, ആമേൻ ആമേൻ ആമേൻ, ആഴത്തിൽ ബന്ധിച്ച ചില വ്യക്തികളെ സ്വതന്ത്രമാക്കാൻ ഇന്ന് രാത്രിയിൽ ഇരുട്ടിനകത്ത് വെളിച്ചമായി ഒരുവൻ വെളിപ്പെടുന്നുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ നന്നായി സ്തുതിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് അവിടെ വന്നിട്ട് ഒറ്റ വീട് പറഞ്ഞു, ലാസർ, ആമേൻ, ലാസറേ പുറത്തു വാ, കം ഔട്ട്. ആമേൻ. ആ ഇരുട്ടിനകത്തുനിന്ന് നീ പുറത്തു വാ. ആമേൻ. മരണത്തിന്റെ ഗന്ധത്തിനകത്തുനിന്ന് നീ പുറത്തു വാ. വിളിച്ച മാത്രയിൽ വേഗത്തിൽ ഒരു വീടും കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിളിച്ച മാത്രയിൽ ആമേൻ ലാസർ പുറത്തു വന്നു. ലാസർ പുറത്തു വന്നെങ്കിലും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ലാസർ പുറത്തു വന്നെങ്കിലും അവന്റെ ദേഹത്ത് ഒരു കെട്ടുണ്ട്. അവന്റെ മുഖം റൂമാല് കൊണ്ട് മറച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ആമേൻ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ആത്മീയ അർത്ഥം പറയാനായിട്ട്, വിശദീകരിക്കാൻ സമയമില്ല, ആത്മീയ അർത്ഥം പറയാനായിട്ട്. ഇരുട്ടിനകത്തായിരുന്നു ലാസർ, ഇപ്പോൾ വെളിച്ചത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും ഇവന് വെളിച്ചം കാണാൻ പറ്റുന്നില്ല. ആമേൻ. ഇരുട്ടിനകത്തായിരുന്നു, വെളിച്ചത്തിൽ വന്നു. പക്ഷേ ഇവന്റെ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഇവന് വെളിച്ചം കാണാൻ പറ്റില്ല. പലരുടെയും ജീവിതത്തിൽ വെളിച്ചത്തിലാണ് നിൽക്കുന്നത്, പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത്, ഞാൻ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, ഞാൻ ആരാധനയിലാണ് നിൽക്കുന്നത് എന്ന് തോന്നുമ്പോഴും വെളിച്ചം കാണാൻ കഴിയാതെ എവിടെയൊക്കെയോ പൈശാചിക മണ്ഡലങ്ങൾ മൂടിക്കളഞ്ഞ ചില മേഖലകളുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുമ്പോഴും, യോ കർത്താവ് ഞങ്ങളെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവതാന്ന് പറയുമ്പോഴും വെളിച്ചം, യഥാർത്ഥ വെളിച്ചം കാണാൻ കഴിയാതെ എന്തൊക്കെയോ മൂടുപടങ്ങൾ മൂടിക്കളഞ്ഞ ചില മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവ് ലാസറിനെ നോക്കിയിട്ട് പറഞ്ഞു, ലൂസിങ്, ലെറ്റ് ഹിം ഗോ, അവനെ അഴിക്ക്, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഏതൊക്കെയോ ശക്തികൾ നിന്നെ മൂടിക്കളഞ്ഞെങ്കിൽ, വെളിച്ചം കാണാൻ കഴിയാതെ, നന്മ കാണാൻ കഴിയാതെ, അനുഗ്രഹം കാണാൻ കഴിയാതെ, ദൈവികമായ ഉയർച്ചകൾ, ഭൗമികമായ ഉയർച്ചകൾക്കപ്പുറമായി
ദൈവികമായി ദൈവം നൽകിയ ആത്മീയ കാഴ്ചപ്പാടുകളെ മൂടിക്കളഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മൂടുപടങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വെളിച്ചമായവൻ കമാൻഡ് ചെയ്യാണ്, ലൂസിൻ, ലെറ്റ് ഹിം ഗോ, അവനെ അഴിക്ക്, അവൻ പോകട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചനാത്മാവിൽ ആ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ അഴിച്ചു മാറ്റാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിനകത്ത് ദൈവം റിലീസ് ചെയ്യുന്ന രാത്രിയാണ്. അടമ രഗൽ കമനിയാർത്ഥന, രഗൽ കമന ബൗഷ്യാം റബസന ധികൽ കമനിയാർത്ഥന. ആമൻ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാര ശക്തികൾ വഴിമാറണം. ആമേൻ. യെശയ്യാ 60 പറയുന്ന പോലെ റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലായ യഹോവയുടെ തേജസ് നിന്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാണ്. ഒരു ഇരുട്ടിനും നിന്നെ മൂടിവെക്കാൻ കഴിയില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും നിന്റെ നന്മകളെ ആമേൻ മൂടി. ഒരു കാലഘട്ടത്തിനപ്പുറം ഒരു സമയത്തിനപ്പുറം നിന്നെ മൂടിവെക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീട് പറഞ്ഞു. 7 വർഷം മിദ്യാന്യ ശക്തികൾ ഇസ്രായേൽ മക്കളുടെ നന്മ മുഴുവൻ കൊണ്ടുപോയി. 7 വർഷം, 1-2 അല്ല. ഇവർ വിതച്ചു, ഇവർ വെള്ളമൊഴിച്ചു, ഇവർ വളവിട്ടു, ഇവർ ഫലം കണ്ടു, പക്ഷെ കൊയ്യാൻ അവർക്ക് പറ്റിയില്ല. 7 വർഷവും ഒരു മാറ്റവും ഇല്ല. 7 വർഷവും നന്മ ഇവർക്ക് കിട്ടില്ല. ഇവർ കഷ്ടപ്പെടും, അധ്വാനിക്കും, പക്ഷേ അനുഗ്രഹം ഇവരുടെ കൈ കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച 7ാമത്തെ വർഷം ഒരുവൻ കയ്യിൽ ഒരു പിടി ഗോതമ്പുമായിട്ട് മുന്തിരിച്ചക്കിനടിക്കൽ വന്ന് നിൽക്കുക. മുന്തിരിച്ചക്ക് ഗ്രൗണ്ട് ലെവലിലാണ്. ശരിക്കും അവിടെ അല്ല ഗോതമ്പ് മെതിക്കേണ്ടത്. ഗോതമ്പ് മെതിക്കേണ്ടത് അന്നത്തെ കാലത്ത് ഉയർന്ന സ്ഥലങ്ങളിലാണ്. അതിന് പല അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഒരർത്ഥം ഞാൻ പറയാം. ഉയർന്ന സ്ഥലത്ത് മെതിക്കുന്ന അവിടെ കാറ്റുണ്ട്, പാറ്റാൻ എളുപ്പമാണ്. പക്ഷെ വേറൊരർത്ഥം, അതൊരു സെലിബ്രേഷൻ ആണ്. ഒരു വർഷം അധ്വാനിച്ചതിന്റെ മുഴുവൻ റിസൾട്ടും ഈ ഉയർന്ന സ്ഥലത്ത് മെതിക്കുമ്പോൾ ദേശക്കാർ മുഴുവൻ കാണും. അവന്റെ മെതിക്കളം അവൻ ചലനമായി, അവന്റെ കളപ്പുരകൾ നിറയാൻ തുടങ്ങുകയാണ്. പക്ഷെ 7 വർഷമായിട്ട് ഇസ്രായേലിന്റെ മെതിക്കളങ്ങളിൽ ചലനങ്ങളില്ല, കളപ്പുരകൾ ശൂന്യമാണ്. എന്ന് പറഞ്ഞാൽ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ ഉയർത്തി കാണിക്കേണ്ട പല നന്മകളും ശൂന്യമായി കിടക്കുകയാണ് ആത്മീയ ഭൗമിക മേഖലകളിൽ. പക്ഷെ 7ാമത്തെ വർഷം ആരും കാണാതെ ഒരുവൻ മുന്തിരിച്ചക്കിന് അടുക്കൽ വന്നിരുന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്, അല്ലയോ പരാക്രമശാലിയെ. അവൻ ചോദിക്കുക, യഹോവ കൂടെ ഉണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? ദൈവം അവനോട് പറഞ്ഞു, ഈ ബലത്തോടെ പോകാൻ പറഞ്ഞു. പോയ വഴിയിൽ ഇവന്റെ കയ്യിൽ ഗോതമ്പുമായി വന്നവനെ ദൈവം വിട്ടത് അവനെ ഈ ഗിദെയോനെ കുറിച്ച് അടുത്ത അധ്യായങ്ങളിൽ ന്യായാധിപന്മാർ 7ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നത് ഇസ്രായേലിന് ഒരു വാളായി ദൈവം അവനെ എഴുന്നേൽപ്പിച്ചെന്ന. ആമേൻ. എന്ന് പറഞ്ഞാൽ അന്യ ആരാധന ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങളുടെ ആധിപത്യങ്ങൾ, ഇസ്രായേലിന്റെ വീട്ടിൽ കയറാൻ പാടില്ലാത്ത അന്യദൈവനെ ആരാധിക്കരുതെന്ന് ദൈവം കൊടുത്ത കൽപ്പനയ്ക്ക് വിരോധമായി പാഗൻ ഗോഡ്സിന്റെ ശക്തികളെ, ദേശാധിപത്യ മണ്ഡലങ്ങളെ ഇവർ വീടിനകത്ത് കയറ്റാൻ തുടങ്ങിയപ്പോൾ, ഇവരുടെ നന്മ ശത്രുവിന്റെ കരത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, നീ പോയി നിന്റെ അപ്പന്റെ വീട്ടിൽ ഇരിക്കുന്ന ബാലിന്റെ ബലിപീഠത്തെ ഉടയ്ക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിന്റെ നന്മയെ മുഴുവൻ കാർന്നെടുക്കുന്ന ഒരു വ്യാപാരം നിന്റെ വീടിനകത്ത് ഇരിപ്പുണ്ട്. നിന്റെ വീടിനകത്ത് ഇരുട്ടിരിപ്പുണ്ട്. കമോൺ, നിന്റെ വീടിനകത്ത് ചില ഇരുട്ടിരിപ്പുണ്ട്. നിന്റെ ജീവിതത്തിൽ ആരും അറിയാതെ മറഞ്ഞിരിക്കുന്ന ചില ഇരുട്ടുകളുണ്ട്. രഹസ്യമായിരിക്കുന്ന ചില ഇരുട്ടുകളുണ്ട്, പരസ്യമല്ലാതെ. ആമേൻ. കനാൻ ദേശത്ത് വാഗ്ദത്തത്തിൽ ഇവരെത്തിയപ്പോൾ മന്ന നിന്നു, ഇവരുടെ ഭൂമിയിൽ നിന്ന് ഇവർ വിളവുണ്ടായി, ഇവർ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ മഴ പെയ്ക്കുന്ന കൃഷിയുടെ ദേവനായ ബാലിന്റെ ശക്തികൾ ഇവരുടെ വീടിനകത്ത് കയറി. പരസ്യമായി ഇവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ രഹസ്യമായി, പരോക്ഷമായി വേറൊരു മേഖലയിൽ ഈ ശക്തികൾ വീടിനകത്ത് ആധിപത്യം ചെലുത്തിയിരിക്കുകയാണ്. എന്താ നിന്റെ വീട്ടിൽ ഇരുട്ട് കയറിയത്? എന്താ നിന്റെ നന്മ ശത്രുവിന്റെ കയ്യിൽ പോയത്? ഇന്ന് പകലിൽ അതിനെന്തെങ്കിലും കാരണങ്ങൾ രഹസ്യമായി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ അതിനെ ഉടയ്ക്കണം.
അർബാന ഹന്തൽ ഖമനിയാർത്ഥന. ചിന്തയിലോ ചിന്തനങ്ങളിലോ കൊടുക്കൽ വാങ്ങലുകളിലോ നടപ്പിലോ പ്രവൃത്തിയിലോ ആമേൻ ആമേൻ എന്തെങ്കിലുമൊക്കെ ആമേൻ രഹസ്യമായി ഒളിച്ചു വെച്ചിരിക്കുന്ന, രഹസ്യമായി പരസ്യമായി വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനെ ഉടയ്ക്കാൻ തയ്യാറായാൽ, സ്വർഗത്തിലെ ദൈവ ആത്മാവിൽ ദൂത് പറയുക, അതിനെ ഉടയ്ക്കാൻ തയ്യാറായാൽ ഇനി ഒരു കൊയ്ത്ത്, ഇനി ഒരു നന്മ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ആമേൻ. ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കണം, തകർക്കേണ്ടതിനെ തകർക്കണം, വെട്ടി മാറ്റേണ്ടതിനെ വെട്ടിമാറ്റണം. അർബാധാന ജനാദിയാരബ. ഹല്ലേലൂയ. തുറന്ന മനസ്സോടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു മകന്റെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയട്ടെ, ദൈവഗീതമില്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾ അനുവാദം കൊടുക്കരുത്. ഇന്ന് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പലതും ആയിരിക്കും നാളെ നമ്മുടെ ജീവിതത്തെ ഇത്തിക്കണ്ണി പോലെ കാർന്നെടുക്കാൻ പോകുന്നത്. ഇഗ്നോറൻസ് ആണ് ഈ ആമേൻ അത് സാരമില്ലെന്ന് പറയുന്ന പല മേഖലകളെ തള്ളിക്കളയുന്നതാണ്, നിസാരമായി കാണുന്നതാണ് പലതും നമ്മുടെ ജീവിതത്തിൽ നാളെ വലിയ പ്രശ്നമായി മാറുന്നത്. സോ ആത്മക്കണ്ണ് തുറന്നിരിക്കണം. ഞാൻ തുറന്ന മനസ്സോടെ പറയട്ടെ, നിങ്ങളുടെ ആത്മക്കണ്ണ് തുറന്നിരിക്കണം. വിവേചന വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മാവിൽ കർത്താവെ അത് വെളിപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, പണ്ടൊരു ചൊല്ലുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന്. അമ്മേ, യഥാർത്ഥമായി ഇതിനെ തിരിച്ചറിയാൻ ദൈവസ്നേഹം, ദൈവത്തിന്റെ കരുതൽ, യഥാർത്ഥ വെളിച്ചമായവനെ തിരിച്ചറിയാൻ നിങ്ങളുടെ ആത്മക്കണ്ണ് തുറക്കണം. ഇനി ഒരു കൊയ്ത്ത് പിശാചിനെ വിട്ടുകൊള്ളു. ഗിദെയോനെ എനിക്ക് ഒത്തിരി ഇഷ്ടം. വേറൊരു ഭാഗത്തോട്ട് ആ ദൂത് പോകും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അവൻ ഒറ്റ ഒരുത്തന്റെ ആ തീരുമാനമാണ് ആ ദേശത്തിന്റെ മുഴുവൻ കെട്ടിനെ പൊട്ടിച്ചത്. നീ ഒറ്റയ്ക്കുള്ളോ? മതി. ഏലീശ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോഴാ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വെളിപ്പാടും ദൈവം ഏലീശയ്ക്ക് കൊടുത്തേ. രാജാവ് ചോദിക്കുക, ഞാൻ ശയനഗ്രഹത്തിൽ ഇരുന്ന് ഉണ്ടാക്കി എന്റെ പ്ലാൻ എങ്ങനാ അവിടെ കിട്ടി? ആരെങ്കിലും ചോർത്തി കൊടുത്താണോ? അവര് പറഞ്ഞു ചോർത്തി കൊടുത്തതല്ല, അവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒറ്റ ഒരാൾ മതി. നീ ഒറ്റയ്ക്ക് മതി, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാ മതി. ശത്രുവിന്റെ പ്ലാൻ നിന്റെ ഹൃദയത്തിൽ ദൈവം തരും. ആമേൻ. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ലാസർ വെളി വന്നു. വെളിച്ചമായവൻ പറഞ്ഞു, ഇനിയും ഇവൻ വെളിച്ചത്ത് വന്നെങ്കിലും ഇവന് വെളിച്ചം കാണാൻ കഴിയാതെ ഒരു ബന്ധന ഇവനെ ചുറ്റിവെച്ചിരിക്കുക. അതഴിക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി തുറന്ന മനസ്സോടെ ആത്മകണ്ണിൽ കണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇനി ഒരിക്കലും ബന്ധിക്കാൻ കഴിയാതെ വണ്ണം ചില കെട്ടുകളെ ഇന്ന് രാത്രി ദൈവം അഴിച്ചു വിടുകയാണ്. കാരണം നീ വന്നിരിക്കുന്നത് വെളിച്ചത്തിനകത്താണ്. ചില പാരമ്പര്യ ബന്ധനങ്ങൾ, ചില പൈശാചിക ബന്ധനങ്ങൾ ഒരിക്കലും അഴിയരുതെന്ന് പറഞ്ഞു. അടകാരകൾ കമനിയാർത്ഥന, ഒരിക്കലും അഴിയരുതെന്ന് പറഞ്ഞ്, ഒരിക്കലും നീ വെളിച്ചം കാണരുതെന്ന് പറഞ്ഞ്, ഒരിക്കലും നീ പ്രകാശത്തിൽ വരരുതെന്ന് പറഞ്ഞ്, ഒരിക്കലും നിന്റെ നന്മ നിന്റെ കണ്ണുകൊണ്ട് നീ കാണരുത്, ആത്മീക ഭൗമിക മേഖലകളിൽ ഒരു സമാധാനം നീ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് പിശാചം നിന്റെ മേൽ ആധിപത്യം ചെലുത്തി കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചുവിടുകയാണ്. ലൂസ് ഹിം. അവനെ അഴിക്ക്. അവൻ പോകട്ടെ. എവിടെയൊക്കെ നിന്നെ ഒതുക്കിയ മണ്ഡലം ഉണ്ടല്ലോ, ഇനി നിനക്കൊരു യാത്രയില്ല, ഇനി നിനക്കൊരു പുറപ്പാടില്ല, ഇനി നിന്റെ മേലൊരു വാക്തത്വം നടക്കില്ല, ഇനി നിന്റെ മേലൊരു അനുഗ്രഹം വെളിപ്പെടില്ല. ആമേൻ. നീ പ്രാർത്ഥിച്ചത് വൃഥാവായി, നീ ആരാധിച്ചത് വൃഥാവായി, യേശുവിനെ സ്നേഹിച്ചത് വൃഥാവായി, ഇനി ഒരു നന്മ നിന്റെ കണ്ണുകൊണ്ട് കാണില്ലെന്ന് ഏതൊക്കെയോ ശക്തികൾ നിന്റെ കാതിൽ മന്ത്രിക്കുമ്പോൾ ഇന്ന് രാത്രി ആ മന്ത്രണത്തെ ആത്മാവിൽ വെട്ടിക്കൊണ്ട് ഞാൻ ദൂത് പറയുകയാണ്. ആമേൻ. വെളിച്ചത്തിൽ നടക്കേണ്ടതിനെ ഇരുട്ടിനകത്ത് ഒതുക്കിയ ആ പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗം വെട്ടിമാറ്റിയിട്ട് നിന്നെ വെളിച്ചങ്ങളിലേക്ക്
വെളിച്ചത്തിലേക്ക് ദൈവം നയിക്കാൻ വേണ്ടി പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇരുട്ടിന് നിന്റെ മെസ്സാനയില്ല. ഇരുട്ടിന് നിന്റെ മെസ്സാനയില്ല. ആ രോഗത്തിന് നിന്റെ മെസ്സാനയില്ല. ആ പ്രശ്നത്തിന് നിന്റെ മെസ്സാനയില്ല. ആത്മാവിൽ ഇതിനെ ഉടയ്ക്കാൻ, ആത്മാവിൽ ഇതിനെ പൊട്ടിക്കാൻ വെളിച്ചമായവൻ ഇന്ന് രാത്രി, ആമേൻ, വെളിച്ചമായവൻ ഇന്ന് രാത്രി. അവൻ വെളിച്ചമാണ്. അവൻ ഉള്ളിടത്ത് ഇരുട്ടില്ല. അവൻ ഉള്ളിടത്ത്, അങ്ങനെയല്ലേ വായിച്ചേ? ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെ: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. 6-ാമത്തെ, അതിന് മുമ്പത്തെ വാക്യം അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും, അതാ ഞാൻ പറഞ്ഞേ, വെളിച്ചത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുകയും പക്ഷെ ഇരുട്ട് മൂടിയിരിക്കുക. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. 1 യോഹന്നാൻ 1:5-6-7 വാക്യങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ ഇനി ഒരിക്കലും ആ ഇരുട്ടിന് നിങ്ങളിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾ അനുവാദം കൊടുക്കില്ല. വെളിച്ചമായവനെ കണ്ടെങ്കിൽ വെളിച്ചത്തിൽ നടക്കണം. ആമേൻ. ഇന്ന് രാത്രി വെളിച്ചമായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ചില കെട്ടുകളെ അഴിച്ചാൽ ഇനി ഒരിക്കലും ആ ഇരുട്ടിന് സ്ഥാനമില്ല, ഞാൻ ആ ഇരുട്ടിൽ നടക്കില്ലെന്ന് തീരുമാനം എടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞു, അവനെ അഴിക്ക്, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഒരു വേട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നിന്റെ ജീവിതത്തിൽ ഇരുട്ട് സ്വാധീനം ചെലുത്തിയ സകല മേഖലകളിലും ദൈവം തന്റെ കരവുമായി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുകയാണ്. ഈ ദൂത് കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്നെങ്കിൽ, സങ്കടം കൊണ്ടുവന്നെങ്കിൽ, വേദന കൊണ്ടുവന്നെങ്കിൽ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. 1 പറയുന്ന, അവൻ ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ചു. ഇരുട്ടിന് രാത്രിയെന്നും വെളിച്ചത്തിന് പകലെന്നും പേരിട്ടു. സന്ധ്യങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും അവൻ ഉഷസ്സിൽ ആനന്ദഘോഷം. സന്ധ്യങ്കൽ കരച്ചിലാണ്, ഇരുട്ട് കരച്ചിലാണ്. ആ ഇരുട്ട് മാറാൻ നീ നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കേണ്ട. നീ ഒന്ന് പ്രകാശിച്ചാൽ മതി. എവിടെയാണോ വെളിച്ചം അതാണ് പകൽ. നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് എഴുന്നേറ്റാൽ, നീ ഒന്ന് റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കാം. ഇനി നിനക്ക് വെളിച്ചം തന്നത് സൂര്യനല്ല, ഇനി നിനക്ക് നിലാവെളിച്ചം തന്നത് ചന്ദ്രനല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശമായി. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഇന്ന് രാത്രിയിൽ ആ വെളിച്ചമായി നിന്റെ വീട്ടിൽ ഇറങ്ങുകയാണ്. അഥവാ എന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടുണ്ട്, എനിക്ക് ആ വെളിച്ചം കാണാൻ പറ്റിയില്ല, ഞാൻ ഇരുട്ടിനകത്ത് ഒതുക്കപ്പെട്ടു, എന്റെ തലമുറ ഒതുക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി വെളിച്ചം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. വെളിച്ചമായവന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങുകയാണ്. ആമേൻ. ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചേ. ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്തവർ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം ആ ദേശത്ത് ഇറങ്ങട്ടെ, ആ വീട്ടിൽ ഇറങ്ങട്ടെ. നോ മോർ ഡാർക്ക്നെസ്. ഇനി ഇരുട്ടിനവിടെ സ്ഥാനമില്ല. വെളിച്ചമായവൻ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. വെളിച്ചത്തിന്റെ ശക്തി, വെളിച്ചത്തിന്റെ പ്രവൃത്തി, ഇരുട്ടിന്റെ പ്രവൃത്തിയല്ല, വെളിച്ചത്തിന്റെ പ്രവൃത്തി. വെളിച്ചത്തിന്റെ പ്രവൃത്തി പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പറയാം. വെളിച്ചത്തിന്റെ പ്രവൃത്തി, ആമേൻ, അത് സത്യത്തിൽ നിന്നെ നടത്തുന്നതാണ്. അത് ജീവനിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന. ഇരുട്ട് മരണം കാണിക്കുന്നെങ്കിൽ വെളിച്ചം ജീവനെ കാണിക്കുകയാണ്. ഇന്ന് രാത്രി ആ വെളിച്ചം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ശരീരത്തിനകത്തോട്ട് ജീവൻ ഇറങ്ങുകയാണ്. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ എന്നേക്കും മാറിപ്പോകട്ടെ. എല്ലാ ഇരുട്ടിന്റെ മേഖലകളും അഴിഞ്ഞു മാറട്ടെ. പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ദൂതൻ ഇറങ്ങിയ അറയിൽ വലിയ വെളിച്ചം പ്രകാശിച്ചെന്ന. അവിടെ കെട്ടുകൾ അഴിഞ്ഞ്, വെളിച്ചം എവിടെ ഉണ്ടോ അവിടെ ബന്ധനങ്ങൾ പൊട്ടും. വെളിച്ചം എവിടെ ഉണ്ടോ അവിടെ കെട്ടുകൾ അഴിയും. വെളിച്ചം എവിടെ ഉണ്ടോ
അവിടെ പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങും. ഇന്ന് രാത്രി നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രി അഴിയാം. വെളിച്ചം വെളിപ്പെടുക യേശുവിന്റെ നാമത്തിൽ. ലൂസിം അവനെ അഴിക്ക്. ഏതൊക്കെയോ തലമുറകളെ ഓർത്ത് കരയുന്ന അപ്പനും അമ്മയും ഇതിരംഗത്ത് ഇരിപ്പുണ്ട്. ആ കെട്ടിന്ന് രാത്രി അഴിയ. പ്രാർത്ഥിക്ക. നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയുകയാണോ? വെളിച്ചമായവൻ ഇത് നിങ്ങളുടെ സമയമാണ്. 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്ക. അധരം തുറന്ന് വിളിക്കവനെ, വെളിച്ചമായവനെ, എന്റെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം ഒന്ന് ഇറങ്ങി വരണമേ. ഇനി ഇരുട്ടിലേക്ക് എനിക്ക് യാത്രയില്ല. ഇനി ഞാൻ ഇരുട്ടത്തിരിക്കത്തില്ല. അതാ മീക 7:8 നമ്മൾ വായിച്ചത്. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ഞാൻ വീണുവെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായി. പറ, ഇനി ഇരുട്ടും എനിക്കും തമ്മിൽ ബന്ധമില്ല. ഞാൻ വെളിച്ചത്തിലേക്ക് നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായ യേശുവിലേക്ക്, ആമേൻ, യേശുവിലേക്ക് ഓടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും പ്രാർത്ഥിച്ചേ. അയ്യോ, ഏതൊക്കെയോ ഇരുട്ടുകൾ എന്നെ മൂടി, ഏതൊക്കെയോ പൈശാചിക മണ്ഡലങ്ങൾ എന്നെ മൂടി, ഏതൊക്കെയോ അന്ധകാര ശക്തികൾ എന്നെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ഇന്ന് രാത്രി ഇല്ല കർത്താവേ, ഞാൻ ആ വെളിച്ചത്തിലേക്ക് മടങ്ങി വരികയാണ്. ആ പ്രകാശത്തിലേക്ക് ഞാൻ ഓടിയെടുക്കുകയാണെന്ന്. Arbana handal kamana ma sikalaba shandal kamaniyatana ഞാൻ ആത്മാവിൽ കാണുന്ന കാഴ്ചകൾ അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. അല്ലെങ്കിൽ ഇത് ദൈവദാസന്മാരുടെ ഒരു സ്ഥിരം വാക്കായി കണ്ടുകൊണ്ട് അതിനെ ഇഗ്നോർ ചെയ്യല്ലേ. പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന വേട് അങ്ങനെ തന്നെ പറയാ. ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ആമേൻ. ചിലരുടെ മേൽ ആ വെളിച്ചം വെളിപ്പെടുകയാണ്. വലിയ വെളിച്ചം നിങ്ങളുടെ മേൽ ഉദിക്കുകയാണ്. ഇനി ഒരിക്കലും അസ്തമിക്കാത്ത ചില സൂര്യൻ, നീതി സൂര്യനായ യേശു നിന്റെ ജീവിതത്തിലേക്ക് പ്രകാശമായി വെളിപ്പെടുകയാണ്. ഇരുട്ടത്തിലിരിക്കല്ലേ. ഓടിവാ, ആ വെളിച്ചത്തിലേക്കൊന്ന് ഓടിവാ. അവിടാണ് നിന്റെ വിടുതൽ, അവിടാണ് നിന്റെ സൗഖ്യം, അവിടാണ് നിന്റെ അത്ഭുതം, അവിടാണ് നിന്റെ കെട്ടുകൾ അഴിയുന്നത്, അവിടാണ് നിനക്ക് സമാധാനം ഉള്ളത്, അവിടാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്, അവിടെയാണ് നിന്റെ നന്മകൾ പുറത്തു വരുന്നത്. Come on, വെളിച്ചത്തിലേക്ക് ഓടിവാ. Come out. ആ ഇരുട്ടത്തുനിന്ന് പുറത്തു വാ. ഇന്ന് രാത്രി ചിലതിന്റെ കൂടാരത്തിനകത്തോട്ട് വെളിച്ചം വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇരുട്ടിന് ഞങ്ങളുടെ മേൽ സ്ഥാനമില്ല. ഇനി ഇരുട്ടിന് ഞങ്ങളുടെ മേൽ ആധിപത്യമില്ല. കാരണം വെളിച്ചമായ യേശു ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂടാരത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. 2025 കൊല്ലം മുമ്പ് ആമേൻ, നീതി സൂര്യൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് രാവിലെ ആ നീതി സൂര്യന്റെ ശക്തി, ആ പ്രഭ, ആ വെളിച്ചം, ആ കിരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഇരുട്ട് മൂടിക്കളഞ്ഞ നന്മകൾ പുറത്തു വരുന്നതിനായി സ്തോത്രം. ഇരുട്ട് മൂടിക്കളഞ്ഞ അനുഗ്രഹങ്ങൾ പുറത്തു വരുന്നതിനായി സ്തോത്രം. ഇരുട്ട് മൂടിക്കളഞ്ഞ സൗഖ്യങ്ങൾ പുറത്തു വരുന്നതിനായി സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ വിശ്വാസം ഇരുട്ടിനകത്ത് ഒതുക്കപ്പെടാൻ അനുവദിക്കാതെ യഥാർത്ഥ വെളിച്ചമായ യേശുവിന്റെ പുറകെ സഞ്ചരിച്ച്, കർത്താവേ, വെളിച്ചത്തിൽ ഇരിക്കുകയെന്ന് പറയുകയും ഇരുട്ടിൽ സഞ്ചരിക്കുന്നവരുമായിട്ടല്ല, മറിച്ച് വെളിച്ചത്തിൽ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ അതേ വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ, അതേ വെളിച്ചത്തിൽ നടക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. വെളിച്ചമായ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാ ഞങ്ങൾ നന്ദി പറയും. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവ പ്രവൃത്തി. ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു എന്ന് വചനം പറയുന്നത് പോലെ അവർ വലിയ വെളിച്ചം കണ്ട് മുൻപോട്ട് പോകുവാൻ സ്വന്തം സഹായിക്കും. നിങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു വേട് പറഞ്ഞു നിർത്തട്ടെ. ആമേൻ. ഇനി ഇരുട്ടിന് നിങ്ങളുടെ മേൽ സ്ഥാനം ചെലുത്തുവാൻ നിങ്ങൾ അനുവാദം കൊടുക്കരുത്. വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിലേക്ക് നിങ്ങൾ സഞ്ചരിക്കരുത്. എപ്പോഴും വെളിച്ചത്തിൽ നടക്കുക, വെളിച്ചമായി എൻ്റെ കൂടെ നടക്കുക. ഒരിരുട്ടിനും നിങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്താൻ ദൈവം അനുവദിക്കില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഉയർച്ചകൾ, നിങ്ങളുടെ ആത്മീക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കരത്തിൽ വരുവാൻ വെളിച്ചത്തിൽ തന്നെ സഞ്ചരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റീവിനെ കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ബ്ലെസ്സിങ്സ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Go ahead, Thank you, Pastor. Go ahead, Thomas uncle. Did you ask anybody to pray? പാസ്റ്റർ പ്രാർത്ഥിച്ച് Yeah, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം എനിക്കും ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവദാസനോടൊപ്പം പാസ്റ്റർ സിജിയോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചന, എനിക്ക് ആവശ്യമുള്ള ആലോചന ഇന്ന് രാത്രികാലം കേൾപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വർഷക്കാലം നാം ഇടിഞ്ഞു കിടക്കുന്നതെല്ലാം പണിഞ്ഞെടുക്കണം, അന്ധകാരമായതിനെല്ലാം മാറ്റിയെടുക്കണം. വളരെ ശക്തമായ ദൂത് നമുക്ക് നൽകി തന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ നാം അയച്ചിരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവദാസൻ തമിഴ്നാട്ടിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് വളരെ ശക്തമായി കർത്താവിന് വേല ചെയ്യുന്ന ഒരു കർത്താവദാസനാണ്. തൻ്റെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മൾ ഇന്ന് ആരാധനയെ ലീഡ് ചെയ്ത പ്രിയ ബ്രദർ ലാലു പാമ്പാടികളുമായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്യുവാൻ കർത്താവ് നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. കേൾപ്പിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നിങ്ങൾ ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ദുഃഖത്തിലോ രോഗത്തിലോ, പ്രത്യേകിച്ച് ആരെങ്കിലും രോഗത്തിലാണെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, ശരീരത്തിൽ ക്ഷീണിതരാണെങ്കിൽ, പ്രയാസങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, if you are praying for a healing, if you are praying for a recovery, pray with me. ഇന്ന് രാത്രികാലം ദൈവം ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, if you are praying for one of your close relatives, friends or somebody, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മറിയോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൂതൻ മറിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഇംപോസിബിൾ വിത്ത് മാൻ ബട്ട് നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ശരീരത്തിൽ ക്ഷീണിതരായിരിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് രോഗബന്ധനങ്ങളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളിൽ ഇന്ന് രാത്രികാലം ആയിരിക്കുന്നുവെങ്കിൽ, കർത്താവദാസൻ പ്രവചനാത്മാവിൽ ദൂത് പറഞ്ഞതുപോലെ അതൊന്ന് ഏറ്റെടുത്ത്, എൻ്റെ ജീവിതത്തിൽ ഇതിന് സ്ഥാനമില്ല, എൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിന് സ്ഥാനം, എൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിന്, ബലത്തിന്, ആരോഗ്യത്തിന് സ്ഥാനമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രികാലം വചനം ഒന്ന് ഏറ്റെടുത്ത്, വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ഒന്ന് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ലെറ്റ് ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ് ഷൈൻ ഇൻ us. യേശു നമ്മുടെ ഭവനങ്ങളിൽ ഒന്ന് വരട്ടെ. യേശു നമ്മുടെ വേദനകളിൽ ഒന്ന് വരട്ടെ. യേശു നമ്മുടെ രോഗത്തിലൊന്ന് വരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഹല്ലേലൂയ സിറ്റുവേഷൻസിനും, സർക്കംസ്റ്റാൻസിനും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആലോചന ഇന്ന് രാത്രികാലം ദൈവം നമ്മെ കേൾപ്പിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കൃപാസനത്തോട് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, കർത്താവിന്റെ ദാസന്മാരെ എല്ലാം ഞങ്ങൾ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ഇത്രയും അനുഗ്രഹമാക്കി കർത്താവ് തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം പാട്ടുകൾ പാടി ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയ കർത്താവ് ലാലുവിന്റെ കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ മാനിക്കണമേ. കർത്താവിന്റെ രാത്രികാലം വചനം ഞങ്ങളോട് പങ്കുവെച്ച കർത്താവെ, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പ്രവചനങ്ങളൊന്നും മറച്ചു വെക്കാതെ വളരെ ശക്തമായി ദൈവത്തിന്റെ ആലോചന ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം കേട്ട വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ആരെങ്കിലും കർത്താവെ രോഗത്തിൽ, പ്രയാസത്തിൽ, കഷ്ടത്തിലായിരിക്കുന്നുവെങ്കിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. വേദനകൾ കർത്താവെ കഴിഞ്ഞ നാളുകളായി, വർഷങ്ങളായി കർത്താവെ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം കർത്താവെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഇരുട്ടിന്റെ ബന്ധനങ്ങൾ കർത്താവെ, ശത്രു പരാജയങ്ങളിൽ കൂടെ ശത്രു കൊണ്ടുവന്ന ബന്ധനങ്ങൾ, രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ
ശാപങ്ങൾ, ശാപവാക്കുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം അതിന്മേൽ ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Let your people be free, O God. Let your people be free, O God. Bondages be broken, O God. Every chains be broken, O God. Every sickness be healed in the name of Jesus. Hallelujah. Send your word, O God. യേശുവിന്റെ നാമത്തിൽ നിന്റെ വചനം അയച്ചു കർത്താവേ. ദൈവജനത്തെ ആത്മീകമായി, ശാരീരികമായി കർത്താവ്, ഇമോഷണലി എല്ലാം കർത്താവ് ഹീൽ ചെയ്താട്ട് കർത്താവേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, റിലേറ്റീവ്സിന് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി, നെയ്ബേഴ്സിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. തകർച്ചയിൽ കൂടെ കടന്നു പോകുന്നവരെ, ഇടിഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരെ എല്ലാം ഇന്ന് രാത്രികാലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശത്രുവിന്റെ ബന്ധങ്ങൾ അഴിഞ്ഞ് ദൈവത്തിന്റെ ഫ്രീഡത്തിൽ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവജനത്തെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവേ, ഹല്ലേലൂയ, ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഇന്ന് രാത്രികാലം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ദൈവം അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രം. ഈ പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവമേ, നിന്നോട് ചേർന്ന് വെളിച്ചത്തിൽ നടക്കുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്ന് കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. താമസങ്ങളിൽ എൻ്റെ അടിക്കായി സ്തോത്രം. അവരെ ബലപ്പെടുത്തണമേ. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ മാനിക്കണമേ. ബിജോയോർത്ത് പ്രാർത്ഥിക്കുന്നു, രോഹനയോർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഞങ്ങളെ കർത്താവേ, താങ്ക് യു ഫോർ ബ്ലെസ്സിംഗ് us together this evening, O God. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. Amen. Please receive the blessings. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴിനത്തെ പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഹല്ലേലൂയ വചനം സംസാരിച്ച കർത്താവിന്റെ ദാസരോടും ശുശ്രൂഷകളോടും കുടുംബത്തോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു എവരിവൺ. God bless you all. അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായ വചനം കർത്താവ് നമുക്ക് നൽകി തന്നു. വളരെ ശക്തമായ പ്രവചന ദൂതുകൾ വചനത്തിൽ കൂടെ കർത്താവ് തന്നു. ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. God bless you all. Amen. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Good to see you all. Hopefully I'll see you again. Ruben, that's a blessing. Who is that? Yes. Your baby? Yes, my little one. Amen.